بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. മുമ്പ് വിവരിച്ച ചില ബദരി സഹാബാക്കളെ കുറിച്ച് ചില കൂടുതൽ കാര്യങ്ങൾ ലഭ്യമായത് അവതരിപ്പിച്ചിരുന്നു. അതുപോലെ വേറെയും ചില സഹാബാക്കളെ കുറിച്ച് ലഭ്യമായ കൂടുതൽ വിവരണങ്ങൾ ഇന്ന് നടത്തുന്നതായിരിക്കും. അത്തരത്തിൽ ഇതോടെ ബദരി സഹാബാക്കളെ കുറിച്ചുള്ള എൻ്റെ ഖുതുബ പരമ്പര അല്ലെങ്കിൽ ഞാൻ വിവരിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളവ അവസാനിക്കുന്നതുമായിരിക്കും. ഹസ്രത്ത് ആമിർ ബിൻ റബിയയെ കുറിച്ച് ഇപ്രകാരം വന്നിരിക്കുന്നു. അദ്ദേഹത്തിന്റെ പിതാവിന്റെ പേര് റബിയ ബിൻ കാബിൻ ബിൻ മാലിക് ബിൻ റബിയ എന്നായിരുന്നു. അദ്ദേഹത്തിൽ നിന്നും ചില നിവേദനങ്ങളും ലഭ്യമാണ്. അദ്ദേഹത്തിന്റെ മകനായ അബ്ദുള്ള ബിൻ ആമിർ റബിയ തന്റെ മാതാവിൽ നിന്നും, അതായത് ഹജറത്ത് ഉമ്മ അബ്ദുള്ള ലേല ബിൻത്ത് അബു ഹസ്മയിൽ നിന്നും നിവേദനം ചെയ്യുന്നു. അവർ പറയുന്നു, ഞങ്ങൾ അബിസീനിയയിലേക്ക് യാത്ര തിരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ എന്തോ കാര്യത്തിനായി ആമിർ ബിൻ റബിയ എവിടെയോ പോയ സമയമായിരുന്നു അത്. അപ്പോൾ അവിടെ ഹസ്രത്ത് ഉമർ വന്നു. അദ്ദേഹം ആ സമയത്ത് മുഷ്രിഖ് തന്നെയായിരുന്നു. അദ്ദേഹം എൻ്റെ മുന്നിൽ വന്നു നിന്നു. അദ്ദേഹത്തിൽ നിന്ന് ഞങ്ങൾക്ക് വളരെയധികം പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നേരിടേണ്ടി വന്നിരുന്നു. ഹസ്രത്ത് ഉമർ എന്നോട് ചോദിച്ചു, അല്ലയോ ഉമ്മ അബ്ദുള്ള, എങ്ങോട്ടെങ്കിലും യാത്ര പോവുകയാണോ? ഞാൻ പറഞ്ഞു, അതെ, അള്ളാഹു ആണ്. ഞങ്ങൾ അള്ളാഹുവിൻ്റെ വിശാലമായ ഭൂമിയിലേക്ക് പോവുകയാണ്. അവൻ ഞങ്ങൾക്ക് വേണ്ടി അത് കൂടുതൽ വിശാലമാക്കി തീർക്കുമാറാകട്ടെ. നിങ്ങൾ ഞങ്ങളെ ഒരുപാട് പ്രയാസപ്പെടുത്തിയിരിക്കുന്നു, ഞങ്ങൾക്ക് മേൽ ഒരുപാട് ദ്രോഹം ചെയ്തിരിക്കുന്നു. അത് കേട്ട് ഉമർ പറഞ്ഞു, അള്ളാഹു നിങ്ങൾക്ക് സംരക്ഷണമേകട്ടെ. അവർ പറയുന്നു, ഹസ്രത്ത് ഉമറിന്റെ ശബ്ദത്തിൽ ഞാൻ അന്ന് മുമ്പൊരിക്കലും കേട്ടിട്ടില്ലാത്ത ഇടർച്ച കേൾക്കുകയുണ്ടായി. ശേഷം ഹസ്രത്ത് ഉമർ അവിടെ നിന്നും പോയി. ഞങ്ങളുടെ യാത്ര അദ്ദേഹത്തെ വിഷമത്തിൽ ആഴ്ത്തിയിരുന്നു. അവർ പറയുന്നു, അപ്പോഴേക്കും ഹസ്രത്ത് ആമിർ തന്റെ ജോലി പൂർത്തിയാക്കി തിരിച്ചു വന്നു. ഞാൻ അദ്ദേഹത്തോടപ്പോൾ പറഞ്ഞു, അല്ലയോ അബു അബ്ദുള്ള, താങ്കൾ ഇപ്പോൾ ഉമറിനുണ്ടായ ശബ്ദ പതർച്ചയും ദുഃഖവും കണ്ടുവോ? അതേക്കുറിച്ച് അവർ അദ്ദേഹത്തോട് പറഞ്ഞു കാണും. ഹസ്രത്ത് ആമിർ മറുപടി പറഞ്ഞു, നീ അദ്ദേഹം മുസ്ലിം ആകുവാനാണോ ആഗ്രഹിക്കുന്നത്? ഞാൻ പറഞ്ഞു, അതെ, അത് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഹസ്രത്ത് ആമിർ പറഞ്ഞു, ഖത്താബിന്റെ, അതായത് ഉമറിന്റെ പിതാവിന്റെ കഴുത ചിലപ്പോൾ മുസ്ലിം ആയെന്ന് വരാം. എന്നാൽ നീ ഇപ്പോൾ കണ്ട ആ വ്യക്തി ഉണ്ടല്ലോ, അതായത് ഹസ്രത്ത് ഉമർ, അദ്ദേഹം ഒരിക്കലും മുസ്ലിം ആകുന്നതല്ല. ഹസ്രത്ത് ലൈല പറയുന്നു, ഹസ്രത്ത് ഉമറിന്റെ ഇസ്ലാമിനോടുള്ള കടുത്ത വിരോധവും കാർക്കശ്യവും കാരണം ഹസ്രത്ത് ആമിറിന് ഉണ്ടായ നിരാശ കാരണമായിരുന്നു അദ്ദേഹം അപ്രകാരം പറഞ്ഞത്. ഹസ്രത്ത് അബ്ദുള്ള ബിൻ ആമിർ ബിൻ റബിയ തന്റെ പിതാവിൽ നിന്ന് നിവേദനം ചെയ്യുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ ബദർ യുദ്ധത്തിനു മുമ്പ് നടന്ന സരിയ നഖ്ല അഥവാ സരിയ അബ്ദുള്ള ബിൻ ജഹഷ് എന്ന സൈനിക നീക്കത്തിനായി അയച്ചു. ഞങ്ങളോടൊപ്പം ഹസ്രത്ത് അമ്ർ ബിൻ സുറാഖയും ഉണ്ടായിരുന്നു. അദ്ദേഹം കൃഷഗാത്രനും പൊക്കമുള്ളവനുമായിരുന്നു. വഴിമധ്യേ അദ്ദേഹത്തിന് കഠിനമായ വിശപ്പ് അനുഭവപ്പെട്ടു. അക്കാരണത്താൽ അദ്ദേഹം പരിക്ഷീണിതനായി ഞങ്ങളോടൊപ്പം നടക്കാനുള്ള ത്രാണി പോലുമില്ലാതെ മോഹാലസ്യപ്പെട്ട് വീണു. വിശപ്പിന്റെ കാഠിന്യം ആയിരുന്നു. ഞങ്ങൾ ഒരു കല്ലിന്റെ കഷ്ണം എടുത്ത് അദ്ദേഹത്തിന്റെ വയറ്റിൽ വെച്ച് അരയിൽ മുറുക്കി കെട്ടി. ശേഷം അദ്ദേഹം ഞങ്ങളോടൊപ്പം യാത്ര തിരിച്ചു. ഞങ്ങൾ ഒരു അറബ് ഗോത്രത്തിനരികിലെത്തി. അവർ ഞങ്ങൾക്ക് ആതിഥ്യമരുളി. അതിനുശേഷം അദ്ദേഹം യാത്ര തുടർന്നു. എന്നിട്ട് പറഞ്ഞു, ഞാൻ ഇതുവരെ മനസ്സിലാക്കിയിരുന്നത് മനുഷ്യന്റെ കാലുകളാണ് വയറിനെ താങ്ങുന്നത് എന്നാണ്. എന്നാൽ യഥാർത്ഥത്തിൽ വയറാണ് കാലുകളെ താങ്ങിയിരിക്കുന്നത് എന്ന് ഇപ്പോൾ മനസ്സിലായി. അതായത് വിശപ്പിന്റെ കാഠിന്യമുള്ളപ്പോൾ, പട്ടിണി ബാധിച്ചാൽ, ബലഹീനതയുണ്ടായാൽ മനുഷ്യന് നടക്കാൻ പോലും സാധിക്കുകയില്ല. ഹസ്രത്ത് അബു ഹുമാമ നിവേദനം ചെയ്യുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
ഒരിക്കൽ ഹജ്രത്ത് ആമിർ ബിൻ റബിയയെയും ഹജ്രത്ത് സഹൽ ബിൻ ഹുനൈഫിനെയും ചാരപ്രവർത്തിക്കായി അയച്ചു. ഹിജ്ര വർഷം 8 ദാത്തു സലാസിൽ യുദ്ധത്തിൽ ഹജ്രത്ത് ആമിർ ബിൻ റബിയ പങ്കെടുത്തിരുന്നു. അതിൽ അദ്ദേഹത്തിന്റെ കൈത്തണ്ടയിൽ അമ്പേറ്റ് പരിക്ക് പറ്റിയിരുന്നു. അബ്ദുള്ള ബിൻ ആമിർ തന്റെ പിതാവായ ഹജ്രത്ത് ആമിർ ബിൻ റബിയയിൽ നിന്ന് നിവേദനം ചെയ്യുന്നു, ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഖബറിനരികിലൂടെ നടന്നുപോയി. ആ ഖബർ ആരുടേതാണെന്ന് തിരുനബി ആരാഞ്ഞു. ജനങ്ങൾ പറഞ്ഞു, ഇത് ഇന്ന സ്ത്രീയുടേതാണ്. അപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രതിവചിച്ചു, നിങ്ങൾ ഇക്കാര്യം എന്നോട് മുമ്പേ എന്തുകൊണ്ട് പറഞ്ഞില്ല? ജനങ്ങൾ പറഞ്ഞു, താങ്കൾ ഉറങ്ങുകയായിരുന്നു, താങ്കളെ അപ്പോൾ ഉണർത്തുന്നത് ഉചിതമല്ലെന്ന് ഞങ്ങൾ കരുതി. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. ജനാസയ്ക്കായി എന്നെ നിങ്ങൾ വിളിച്ചുകൊള്ളുക. തുടർന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ സഫ് ശരിയാക്കി ഖബറിനടുത്ത് തന്നെ ജനാസയും നമസ്കരിപ്പിച്ചു. അബ്ദുള്ള ബിൻ ആമിർ നിവേദനം ചെയ്യുന്നു, അദ്ദേഹത്തിന്റെ പിതാവ് ഹജരത്ത് ആമിർ ബിൻ റുബിയ പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ ഏതെങ്കിലും യുദ്ധനീക്കത്തിനായി പറഞ്ഞേക്കുമ്പോഴൊക്കെ ഞങ്ങളുടെ പക്കൽ യാത്രാവ്യൂഹമായി ഒരു സഞ്ചി ഈത്തപ്പഴം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. സൈന്യത്തിന്റെ അമീർ ഒരു പിടി ഈത്തപ്പഴം എല്ലാവർക്കും വിതരണം ചെയ്യുമായിരുന്നു. പതുക്കെ പതുക്കെ അതൊക്കെ ഒരു ഈത്തപ്പഴം മാത്രമായി അവശേഷിക്കുമായിരുന്നു. പിന്നെ അതും അവസാനിച്ചാൽ യാത്രയിലുടനീളം ഒരാൾക്ക് ഒരു ഈത്തപ്പഴം മാത്രം അധികം ലഭിക്കുമായിരുന്നു. ഹജരത്ത് അബ്ദുള്ള പറയുന്നു, ഞാൻ പറഞ്ഞു, പ്രിയ പിതാവേ, ഒരു ഈത്തപ്പഴം കൊണ്ട് എന്താകാൻ, അതുകൊണ്ട് എന്ത് വയറെന്നറിയാൻ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, പ്രിയ പുത്ര, അങ്ങനെ പറയരുത്. കാരണം അതുകൂടി ഇല്ലാത്ത അവസ്ഥയിലാണ് അതിന്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കുക. അതായത് പട്ടിണി കിടക്കുന്നവരോട് ചോദിച്ചു നോക്കുക ഒരു ഈത്തപ്പഴത്തിന്റെ വില എന്തെന്ന്. ഹജ്രത് ഉമർ തന്റെ ഖിലാഫത്ത് കാലഘട്ടത്തിൽ ഖൈബർ പ്രദേശത്തു നിന്നും ജൂതന്മാരെ നാടുകടത്തിയപ്പോൾ വാദിയുൽ ഖുറയുടെ ഭൂമിയെ ചിലർക്കിടയിൽ വിതരണം ചെയ്തിരുന്നു. അവരിൽ ഹജ്രത് ആമിർ ബിൻ റബിയയും ഉണ്ടായിരുന്നു. ഹജ്രത് ഉമർ ഡമാസ്കസിന്റെ പ്രാന്തപ്രദേശമായ ജാബിയയിലേക്ക് പുറപ്പെട്ടപ്പോൾ ഹജ്രത് ആമിർ അദ്ദേഹത്തോടൊപ്പം തന്നെ ഉണ്ടായിരുന്നു. ഒരു നിവേദന പ്രകാരം ഹജ്രത് ഉമറിന്റെ കൊടി ഹജ്രത് ആമിറിന്റെ പക്കലായിരുന്നു. അദ്ദേഹമായിരുന്നു അത് ഏന്തിയിരുന്നത്. അതുപോലെ തന്നെ ഹജ്രത് ഉസ്മാൻ ഹജ്ജിനായി പുറപ്പെട്ടപ്പോൾ ഹജ്രത് ആമിറിനെയാണ് മദീനയിൽ തന്റെ പ്രതിനിധിയായി നിശ്ചയിച്ചിരുന്നത്. അമീർ മക്കാമി, പ്രാദേശിക അമീറായി നിശ്ചയിച്ചത്. ഹജ്രത് ആമിർ ബിൻ റബിയയുടെ വഫാത്തിനെ കുറിച്ച് ഭിന്നാഭിപ്രായങ്ങൾ വന്നിട്ടുണ്ട്. ചിലരുടെ വീക്ഷണത്തിൽ ഹജ്രത് ഉസ്മാന്റെ ഖിലാഫത്ത് കാലഘട്ടത്തിലാണ് അദ്ദേഹം വഫാത്തായത്. ചിലർ അത് ഹിജ്റ വർഷം 32-ലാണെന്നും ചിലർ അതിനെ ഹിജ്റ വർഷം 33-ലാണെന്നും പറയുന്നു. ചിലരാകട്ടെ ഹിജ്റ വർഷം 36-ലെന്നും മറ്റു ചിലർ ഹിജ്റ വർഷം 37-ലെന്നും പറയുന്നുമുണ്ട്. അല്ലാമ ഇബ്നു അസാക്കിർ ഹിജ്റ വർഷം 32-ന്റെ നിവേദനത്തെയാണ് കൂടുതൽ ആധികാരികമായി പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ വഫാത്തിനെ കുറിച്ച് നിവേദനമുള്ളത് ഹജ്രത് ഉസ്മാന്റെ ഷഹാദത്തിനു ശേഷം അദ്ദേഹം സ്വന്തം വീട്ടിൽ തന്നെ മുഴുവൻ സമയവും കഴിച്ചുകൂടി. ജനങ്ങൾക്ക് അദ്ദേഹത്തെക്കുറിച്ച് യാതൊരു വിവരവും ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന്റെ ജനാസ ആ വീട്ടിൽ നിന്ന് പുറത്തു വന്നതിന് ശേഷമാണ് അദ്ദേഹത്തെക്കുറിച്ച് അവർക്ക് അറിയാനിടയായത്. അബ്ദുള്ള ബിൻ ആമിർ തന്റെ പിതാവ് ഹജ്രത്ത് ആമിർ ബിൻ റബിയയിൽ നിന്ന് നിവേദനം ചെയ്യുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഒരു വ്യക്തി ബനു ഫസാറയിലെ ഒരു സ്ത്രീയെ 2 ചെരുപ്പുകൾ ഹക്ക് മെഹറായി നിശ്ചയിച്ച് നിക്കാഹ് ചെയ്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ നിക്കാഹിനെ അനുവദനീയമായി വിധിച്ചു. അതായത് ഇങ്ങനെ നിസ്സാരമായ ഹക്ക് മെഹറിനെയും അതിനെയും റസൂലുള്ളാഹി അംഗീകരിക്കുകയുണ്ടായി. അബ്ദുള്ള ബിൻ ആമിർ തന്റെ പിതാവ് ഹജ്രത്ത് ആമിർ ബിൻ റബിയയിൽ നിന്ന് നിവേദനം ചെയ്യുന്നു, അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യാത്രയിൽ തന്നെ ഒട്ടകപ്പുറത്ത് നഫിൽ നമസ്കരിക്കുന്നതായി കണ്ടു. ഒട്ടകം തിരുനബിയെയും വഹിച്ചു കൊണ്ടുപോകുന്ന ദിക്കിലേക്ക് തന്നെയായിരുന്നു തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം കിബില ആക്കിയിരുന്നത്. അതായത് യാത്രാവാഹനത്തിന്റെ മുഖം ഏതു ദിക്കിലേക്കാണോ അതിലേക്ക് തന്നെ മുഖം തിരിച്ച് നമസ്കരിക്കുന്നത് അനുവദനീയമാണ് എന്ന് വരുന്നു. ഹജരത്ത് ആമിർ ബിൻ റബിയ നിവേദനം ചെയ്യുന്നു, ഞാനൊരു ഇരുൾമുറ്റിയ രാത്രി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം യാത്രയിലായിരുന്നു. ഞങ്ങളൊരു സ്ഥലത്ത് ഇറങ്ങിയപ്പോൾ ഒരു വ്യക്തി കുറച്ച് കല്ലുകൾ പെറുക്കിക്കൂട്ടി നമസ്കാരത്തിനായി സ്ഥലം ഉണ്ടാക്കി. അവിടെ ഞങ്ങൾ നമസ്കരിച്ചു. നേരം വെളുത്തപ്പോഴാണ് ഞങ്ങളുടെ കിബില മാറിപ്പോയിരുന്നു എന്ന്, അതായത് ഞങ്ങൾ മുഖം തിരിച്ചത് കിബിലയിലേക്കായിരുന്നില്ല എന്ന് മനസ്സിലായത്. ഞങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾ രാത്രി കിബില തെറ്റിയാണ് നമസ്കരിച്ചത്. അപ്പോൾ അള്ളാഹു ഇപ്രകാരം ആയത്തിറക്കി, വലില്ലാഹിൽ മശ്രിഖു വൽ മഗ്രിബു ഫഅയ്നമാ തുവല്ലു
ഫസമ്മ വജുഹുല്ല, അതായത് കിഴക്കും പടിഞ്ഞാറുമെല്ലാം അള്ളാഹുവിന് തന്നെയുള്ളതാണ്. നിങ്ങൾ എവിടേക്ക് മുഖം തിരിച്ചാലും ദൈവത്തിന്റെ ഉജ്ജ്വല വിലാസം നിങ്ങൾക്ക് കാണാനാകുന്നതാണ്. അതായത് അബദ്ധവശാൽ കിബില മാറിപ്പോയാൽ തന്നെ പ്രശ്നമൊന്നുമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വചനം അവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി ചൊല്ലിക്കൊടുത്തതായും ഹജരത് ആമിർ ബിൻ റബിയ വിവരിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ അപ്പോൾ ചൊല്ലിയതായാലും മതി, അപ്പോൾ ഇറങ്ങിയതാണെന്ന് ആകണമെന്ന് നിർബന്ധമില്ല. ഏതായാലും ഇങ്ങനൊരു നിവേദനമുണ്ട്. ഹജരത് ആമിർ ബിൻ റബിയ വിവരിക്കുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരാണോ എനിക്കുമേൽ ഒരു തവണ സ്വലാത്ത് ചൊല്ലുന്നത് അള്ളാഹു ആ വ്യക്തിക്കുമേൽ 10 തവണ സ്വലാത്ത് ചൊല്ലുന്നതാണ്. ഇനി നിങ്ങളുടെ ഇഷ്ടം, സ്വലാത്ത് കുറച്ചോ കൂടുതലോ ചൊല്ലാം. മറ്റൊരു നിവേദനം ഇപ്രകാരമാണ്. ഹജരത് ആമിർ ബിൻ റബിയയിൽ നിന്നും നിവേദനം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, ഏതെങ്കിലും ദേവദാസൻ എനിക്കുമേൽ സലാം ചൊല്ലുകയാണെങ്കിൽ, ദൈവരക്ഷയ്ക്ക് വേണ്ടി ദുആ ചെയ്യുകയാണെങ്കിൽ, ആ അവസ്ഥ മാറും വരെ മലക്കുകൾ അവന് വേണ്ടിയും സലാമിന് വേണ്ടി ദുആ ചെയ്യും, ദൈവരക്ഷയ്ക്ക് വേണ്ടി ദുആ ചെയ്യും. ഇനി ദൈവദാസന് തീരുമാനിക്കാം, വേണമെങ്കിൽ എനിക്കുമേൽ കൂടുതൽ സലാത്ത് ചെല്ലാം, വേണമെങ്കിൽ കുറച്ച് സലാത്ത് ചെല്ലാം. അടുത്ത വിവരണം ഹജരത്ത് ഹറം ബിൻ മൽഹാന്റേതാണ്. അദ്ദേഹത്തിന്റെ സന്താന പരമ്പര തുടർന്നില്ലെന്നാണ് രേഖപ്പെട്ടിട്ടുള്ളത്. ഹജരത്ത് അബ്ദുള്ള ബിൻ അബി തൽഹയിൽ നിന്നും നിവേദനം, അദ്ദേഹം പറഞ്ഞു, ഹജരത്ത് അനസ് എന്നോട് ഇപ്രകാരം വിവരിച്ചു, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ അമ്മാവനും ഉമ്മേ സുലൈമിന്റെ സഹോദരനുമായ ഹജരത്ത് ഹറാം ബിൻ മൽഹാനെ 70 കുതിരപ്പടയാളികളോടൊപ്പം ബനു ആമിർ ഗോത്രത്തിലേക്ക് യുദ്ധത്തിന് അയച്ചു. ആമിർ ബിൻ തുഫേൽ ആയിരുന്നു മുശ്രിക്കുകളുടെ തലവൻ. അയാൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് മുമ്പാകെ 3 കാര്യങ്ങൾ വെച്ച് ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കാൻ ആവശ്യപ്പെട്ടു. പറഞ്ഞു, നാഗരികർ താങ്കളുടെ അധീനതയിലും ഗ്രാമീണർ എൻ്റെ അധീനതയിലും ആയിരിക്കും, അല്ലെങ്കിൽ ഞാൻ താങ്കളുടെ വഫാത്തിന് ശേഷം ഖലീഫയാകും, അല്ലെങ്കിൽ 2000 ഖത്ഫാൻ വാസികളുമായി ഞാൻ താങ്കളെ ആക്രമിക്കുന്നതാണ്. ആമിർ ഏതോ ഒരു സ്ത്രീയുടെ വീട്ടിൽ പ്ലേഗ് ബാധിച്ച് കിടപ്പിലായിരുന്നു. അയാൾ അപ്പോൾ പറഞ്ഞു, ആലെ സുലൂലിന്റെ ഒരു സ്ത്രീയിലെ വീട്ടിലെ ഒട്ടകത്തിന് ബാധിച്ച അതേ കയല് വീക്കം, മുഴവീക്കം തന്നെയാണ് ഇതും എന്നും പറഞ്ഞ് കുതിരയെ വരുത്തിപ്പിച്ചു പുറപ്പെട്ടു. അങ്ങനെ അയാൾ കുതിര സവാരി ചെയ്യവെ തന്നെ, കുതിരയിലായിരിക്കെ തന്നെ അതിന് പുറത്തു തന്നെ അയാൾ മരണപ്പെടുകയുണ്ടായി. അയാളുടെ പര്യവസാനം എന്തായിരുന്നു എന്ന കാര്യം ഈ നിവേദനത്തിന്റെ തുടക്കത്തിൽ തന്നെ വിവരിച്ചിരിക്കുന്നു. തുടർന്ന് ഈ നിവേദനത്തിൽ ആ ഗോത്രത്തെക്കുറിച്ചുമുള്ള പരാമർശമുണ്ട്. അതുപോലെ തന്നെ അതിൽ മറ്റൊരു സംഭവം ഇപ്രകാരം വിവരിച്ചിട്ടുണ്ട്. ഹജരത്ത് ഉമ്മെ സുലൈമിന്റെ സഹോദരൻ ഹജരത്ത് ഹറാം ബിൻ മൽഹാൻ ഒരു മുടന്തനായ വ്യക്തിയെയും ആ ഗോത്രത്തിലെ മറ്റൊരു വ്യക്തിയുമായി ബനു ആമിർ ഗോത്രത്തിലേക്ക് പോയി. ഹറാം ഇരുവരോടുമായി പറഞ്ഞു, നിങ്ങൾ ഇവിടെ അടുത്ത് തന്നെ നിൽക്കുക, ചുറ്റിപ്പറ്റി നിൽക്കുക, ഞാൻ അവരുടെ അടുക്കലേക്ക് പോകാൻ പോവുകയാണ്. എനിക്ക് അവർ സംരക്ഷണമേകിയാൽ നിങ്ങളും അങ്ങോട്ടേക്ക് വരിക, എന്നാൽ അവരെന്നെ വധിച്ചു കളഞ്ഞാൽ നിങ്ങൾ ഇവിടുന്ന് തിരിച്ചുപോയി കൂട്ടുകാരോട് കാര്യങ്ങളൊക്കെ പറയുക. ഹജരത്ത് ഹറാം ആമിറിന്റെ പക്കൽ ചെന്നുകൊണ്ട് ചോദിച്ചു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്ദേശം നിങ്ങളിലേക്ക് എത്തിക്കാൻ താങ്കൾ എനിക്ക് സംരക്ഷണം നൽകുന്നുണ്ടോ? അത്രയും പറഞ്ഞ് അദ്ദേഹം കാര്യങ്ങൾ വിവരിക്കാൻ തുടങ്ങി. ആ ഗോത്രക്കാരിൽ ചിലർ ഒരു വ്യക്തിയോട് ആംഗ്യം കാണിച്ചു. അയാൾ അദ്ദേഹത്തിന്റെ പിറകുവശത്തോടു കൂടി വന്ന് ഒരു കുന്തം കൊണ്ട് പെട്ടെന്ന് ആക്രമിച്ചു. അത് അദ്ദേഹത്തിന്റെ ശരീരത്തിൽ തുളച്ചു കയറി പുറത്തു വന്നു. ഹജരത്ത് ഹറാം റളിയല്ലാഹു അൻഹു മുറിവിൽ നിന്നും ഒഴുകിയ രക്തം കയ്യിലെടുത്ത് മുഖത്ത് പുരട്ടിക്കൊണ്ട് പറഞ്ഞു, അല്ലാഹു അക്ബർ, ഫുസ്തു വറബ്ബിൽ കാബ, അള്ളാഹു ആണ് വലിയവൻ, കാബയുടെ നാഥനാണ്, ഞാൻ എൻ്റെ ലക്ഷ്യം ഇതാ നേടിയിരിക്കുന്നു. ശേഷം അക്കൂട്ടർ രണ്ടാമത്തെ വ്യക്തിയെ പിന്തുടർന്ന് വധിച്ചു. ശേഷം ഖുർആൻ അഭ്യസിച്ചിരുന്ന കാരികളെ എല്ലാവരെയും വധിച്ചു. ആ മുടന്തനായ വ്യക്തി പർവ്വതശിഖരത്തിലേക്ക് പോയതിനാൽ രക്ഷപ്പെട്ടു. അക്കാര്യം അള്ളാഹു നമുക്ക് ആയത്തായി അവതരിപ്പിച്ച് തന്നിട്ടുണ്ട്. അങ്ങനെ അക്കാര്യം എന്നേക്കുമായി രേഖപ്പെട്ട് കിടക്കുന്നു. ആയത്ത് പ്രകാരമായിരുന്നു, ഞങ്ങളുടെ ഭാഗത്തു നിന്നും ഞങ്ങളുടെ ജനതയോട് എന്ന് പറയുക, ഞങ്ങൾ ഞങ്ങളുടെ നാഥനെ കണ്ടുമുട്ടിയിരിക്കുന്നു. അവൻ ഞങ്ങളിൽ സംപ്രീതനായും ഞങ്ങളെ അവൻ സംപ്രീതനാക്കിയും ഉള്ള അവസ്ഥയിൽ കൂടിക്കാഴ്ച നടന്നിരിക്കുന്നു. തദവസരത്തിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തുടർച്ചയായി 30 ദിവസങ്ങൾ എല്ലാ സുബഹി നമസ്കാരത്തിലും ആ ഘാതകർക്കെതിരെ പ്രത്യേകം ദുആ ചെയ്യുകയുണ്ടായി. റയൽ സുഖ്വാൻ, ബനു ലയാൻ,
ഉസയ്യ എന്നീ ഗോത്രങ്ങളിലെ ആളുകൾക്കെതിരെ. അവർ അള്ളാഹുവിനും അവന്റെ റസൂലിനുമെതിരെ പ്രക്ഷോഭം നടത്തിയവരാണ്. ഇത് ബുഖാരിയിലെ നിവേദനമാണ്. ബുഖാരിയിൽ തന്നെ മറ്റൊരു നിവേദനം ഹദ്രത്ത് അനസിൽ നിന്നും ഇപ്രകാരം വന്നിട്ടുണ്ട്. അതുപ്രകാരം അദ്ദേഹത്തെ കുന്തം കൊണ്ടല്ല കഠാര കൊണ്ടാണ് വധിച്ചത്. മറ്റൊരു നിവേദന പ്രകാരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മാസത്തോളം സുബഹി നമസ്കാരത്തിൽ ബനി സുലൈമിന്റെ 2 ഗോത്രങ്ങളായ റിയോൽ, സക്വാൻ എന്നിവർക്കെതിരെ ദുആ ചെയ്തിരുന്നു. ഹദ്രത്ത് അനസ് പറയുന്നു, അങ്ങനെയാണ് കുനൂത്ത് തുടങ്ങിയത്. അതിനു മുമ്പ് ഞങ്ങൾ കുനൂത്ത് ചെയ്യാറുണ്ടായിരുന്നില്ല. ഹസ്രത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു അൻഹു ഹാഫിലീങ്ങളുടെ ഷഹാദത്തിന്റെ വിവരണത്തിൽ സ്വഹാബാക്കളുടെ ത്യാഗ മനോഭാവത്തെക്കുറിച്ച് ഇപ്രകാരം വിവരിക്കുന്നു. ചരിത്രം വായിച്ചാൽ നമുക്ക് മനസ്സിലാകുന്നത് സ്വഹാബാക്കൾ യുദ്ധത്തിന് പോകുമ്പോൾ യുദ്ധത്തിൽ രക്തസാക്ഷികളാകുന്നത് തങ്ങളുടെ ആത്മശാന്തിക്കും സന്തോഷത്തിനും കാരണമാകും എന്ന് കരുതിയായിരുന്നു പോയിരുന്നത്. അവർക്ക് യുദ്ധത്തിൽ വല്ല ബുദ്ധിമുട്ടും നേരിട്ടാൽ തന്നെ അതിനവർ വിഷമമായല്ല മറിച്ച് സന്തോഷമായാണ് കണ്ടിരുന്നത്. ഇത്തരത്തിലുള്ള സ്വഹാബാക്കളുടെ ഒരുപാട് സംഭവങ്ങൾ ചരിത്രത്തിൽ നിന്നും ലഭിക്കുന്നുണ്ട്. അവർ ദൈവമാർഗത്തിൽ വധിക്കപ്പെടുന്നതിനെയാണ് തങ്ങളുടെ യഥാർത്ഥ ആത്മശാന്തിയായി കണക്കാക്കിയിരുന്നത്. ഉദാഹരണത്തിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മധ്യ അറേബ്യയിലെ ഒരു ഗോത്രത്തിലേക്ക് തബ്ലീഗ് ചെയ്യാനായി ഹാഫിലീങ്ങളെ അയച്ച കൂട്ടത്തിൽ ഹറാം ബിൻ മിൽഹാനും ഇസ്ലാമിന്റെ സന്ദേശവുമായി ബനു ആമിർ ഗോത്ര തലവനായ ആമിർ ബിൻ തുഫേലിന്റെ പക്കൽ പോയി. മറ്റുള്ള സഹാബാക്കൾ മാറി നിന്നു, പിറകിൽ തന്നെ നിന്നു. തുടക്കത്തിൽ ആമിർ ബിൻ തുഫേലും കൂട്ടരും കപടമായ നിലയിൽ അവരെ സ്വീകരിച്ചെഴുന്നള്ളിച്ചു. എന്നാൽ അദ്ദേഹത്തിന് സമാധാനാവസ്ഥ തോന്നി. ഇരുപ്പുറപ്പിച്ച് തബ്ലീഗ് ചെയ്യാൻ അദ്ദേഹം തുടങ്ങിയപ്പോൾ ചില ദ്രോഹബുദ്ധികൾ ഒരു ദുർഭകനോട് ആംഗ്യം കാണിച്ചു. അയാൾ അത് കണ്ടതും ഹറാം ബിൻ മിൽഹാന്റെ പിറകുവശത്തോടു കൂടി കുന്തമിറക്കി. അദ്ദേഹം നിലംപൊത്തി. വീണതും അനിയന്ത്രിതമായി ഇപ്രകാരം ഉരുവിട്ടു, അല്ലാഹു അക്ബർ ഫുസ്തു വറബ്ബിൽ കാബ. അതായത് കാബയുടെ നാഥനാണ്, ഞാൻ മോക്ഷം നേടിയിരിക്കുന്നു. തുടർന്ന് ആ ദ്രോഹികൾ പിറകിലുണ്ടായ സഹാബാക്കളെ വളഞ്ഞുപരോധിച്ചു, അവരെ കടന്നാക്രമിച്ചു. ഹജരത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹു സ്വതന്ത്രനാക്കിയ അടിമ ആമിർ ബിൻ ഫുഹൈറയും അവിടെയുണ്ടായിരുന്നു. അദ്ദേഹം ഹിജ്റത്ത് വേളയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ വധിച്ച വ്യക്തി പിന്നീട് മുസ്ലിം ആകുകയും താൻ മുസ്ലിം ആയതിന്റെ കാരണം ഇപ്രകാരം വിവരിക്കുകയും ചെയ്യുമായിരുന്നു. ആമിർ ബിൻ ഫുഹൈറയെ ഞാൻ ഷഹീദാക്കിയപ്പോൾ അദ്ദേഹം അനിയന്ത്രിതമായി ഫൂസ്തു വല്ലാ അഥവാ അള്ളാഹു ആണ്, ഞാൻ ലക്ഷ്യം നേടിയിരിക്കുന്നു എന്ന് ഉരുവിട്ടത് ഞാൻ കേട്ടിരുന്നു. അതായിരുന്നു എൻ്റെ ഈമാന്റെ കാരണം. ഈ സംഭവങ്ങൾ വ്യക്തമാക്കുന്നത് സ്വഹാബാക്കൾക്ക് മരണം ദുഃഖത്തിനല്ല മറിച്ച് സന്തോഷത്തിനുള്ള വകയായിരുന്നു എന്നാണ്. തുടർന്ന് ഹസ്രത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹുവിന്റെ നജദിലെ ചിലർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്ന ഒരു സംഭവമുണ്ട്. ഇപ്പോൾ ഈ സംഭവം ഞാനിവിടെ വിവരിക്കുന്നില്ല. പകരം ഹസ്രത്ത് മിർസ ബഷീർ അഹമ്മദ് സാഹിബിന്റെ ഉദ്ധരണി കേൾപ്പിക്കുന്നതായിരിക്കും. ഈ സംഭവത്തിന്റെ വിശദാംശങ്ങൾ വിവരിക്കവേ എഴുതുന്നു, ഇത് വളരെ സുദീർഘമായ വിവരണമാണ്. മധ്യ അറേബ്യയിലെ ഒരു ഗോത്രമായ ബനു ആമിറിലെ ഒരു പ്രമാണി അബു ബറ ആമിരി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുസവിധത്തിൽ കൂടിക്കാഴ്ചക്കായി വന്നു. തിരുനബി വളരെ സൗമ്യമായി വാത്സല്യത്തോടെ അയാളെ ഇസ്ലാമിലേക്ക് പ്രബോധനം ചെയ്തു. അയാളും വളരെ താല്പര്യവും അവധാനതയും കാണിച്ചുകൊണ്ട് ആ പ്രഭാഷണം കേൾക്കുന്നതായി നടിച്ചു. എന്നാൽ മുസ്ലിം ആയില്ല. പകരം അയാൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇപ്രകാരം അഭ്യർത്ഥിച്ചു, താങ്കൾ എന്നോടൊപ്പം താങ്കളുടെ ചില സ്വഹാബിമാരെ നജദിലേക്ക് അയച്ചാലും അവർക്ക് നജദുകാർക്ക് ഇസ്ലാമിന്റെ പ്രബോധനം നടത്താൻ അങ്ങനെ സാധിക്കും. നജദുകാർ താങ്കളുടെ ക്ഷണത്തെ നിരാകരിക്കില്ലെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നജദുകാരെ കുറിച്ച് എനിക്ക് യാതൊരു വിശ്വാസവുമില്ല. അബൂ ബറ പറഞ്ഞു, താങ്കൾ ഒട്ടും ആശങ്കപ്പെടേണ്ടതില്ല, അവരുടെ സംരക്ഷണം ഞാൻ ഏറ്റെടുക്കുന്നു. അബൂ ബറ ഒരു ഗോത്രപ്രമാണിയും സമൂഹത്തിൽ സ്വാധീനമുള്ള വ്യക്തിയുമായിരുന്നു. അതുകൊണ്ട് തന്നെ അയാൾ ഉറപ്പ് നൽകിയപ്പോൾ തിരുനബി വിശ്വസിച്ചു. സഹാബാക്കളുടെ ഒരു സംഘത്തെ നജദിലേക്ക് അയക്കുകയും ചെയ്തു. ഇത് ചരിത്രത്തിൽ രേഖപ്പെട്ട ഒരു നിവേദനമാണ്. ബുഖാരിയിൽ ഇപ്രകാരം ഒരു നിവേദനമുണ്ട്. റയൽ, സക്വാൻ ഗോത്രങ്ങൾ ഇവ ബനു സുലൈം എന്ന വിഖ്യാത ഗോത്രത്തിന്റെ ശാഖകളാണ്. ഇവരിലെ ചിലർ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമക്ഷം ഹാജരാകുകയും ഇസ്ലാം സ്വീകരിക്കുകയും തങ്ങളുടെ ഗോത്രങ്ങളിലെ ഇസ്ലാമിന്റെ വിരോധികൾക്കെതിരിൽ തങ്ങളെ സഹായിക്കണമെന്ന് അപേക്ഷിക്കുകയും ചെയ്തു. ഇപ്രകാരം കൂട്ടിച്ചേർക്കുന്നു, ഈ സഹായം തബ്ലീഗ് സംബന്ധമായതാണോ സൈനികമായതാണോ എന്ന് അവർ വ്യക്തമാക്കിയിരുന്നില്ല. ഏതായാലും തങ്ങളുടെ സഹായത്തിന് വേണ്ടി കുറച്ചു പേര് അയക്കണമെന്ന് അവർ ആവശ്യപ്പെട്ടു. അങ്ങനെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സംഘത്തെ അയച്ചു. ഈ 2 റിവായത്തുകളും തമ്മിൽ താദാത്മ്യം ചെയ്യുമ്പോൾ മനസ്സിലാകുന്നത്
റിയൽ സക്വാൻ ഗോത്രക്കാരോടൊപ്പം ആമിർ ഗോത്ര തലവനായ അബൂ ബറ ആമിറി വരികയും അദ്ദേഹം അവർക്ക് വേണ്ടി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സംസാരിക്കുകയും ചെയ്തിരിക്കാം. ആയതിനാൽ ചരിത്രത്തിലുള്ള നിവേദനങ്ങളുടെ അടിസ്ഥാനത്തിൽ നജ്ദുകാരിൽ വിശ്വാസമില്ലെന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തീർത്തും പറഞ്ഞിരുന്നു. എന്നാൽ തിരുനബിയോട് അയാൾ താങ്കൾ അവലിപ്പെടേണ്ട, ഞാൻ ഉറപ്പു നൽകുന്നു താങ്കളുടെ സഹാബാക്കൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല എന്ന് പറഞ്ഞത് സൂചിപ്പിക്കുന്നത് റിയൽ സക്വാൻ ഗോത്രക്കാരും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പക്കൽ അബൂ ബറായ്ക്കൊപ്പം വന്നിരുന്നു എന്നാണ്. അക്കാരണത്താലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആശങ്ക പ്രകടിപ്പിച്ചത്. വല്ലാഹു ആലം. ഏതായാലും സഫർ മാസം ഹിജ്റ വർഷം 4 മുൻസിർ ബിൻ അംർ അൻസാരിയുടെ നേതൃത്വത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളുടെ ഒരു സംഘത്തെ അയക്കുകയുണ്ടായി. ഇവരിൽ അധികവും അൻസാർ സഹാബികളായിരുന്നു. ആകെ 70 പേരാണ് ഉണ്ടായിരുന്നത്. ഇവരെല്ലാവരും ഏകദേശം കാരികൾ തന്നെയായിരുന്നു. ഖുർആൻ ഉച്ചാരണശുദ്ധിയോടെ പാരായണം ചെയ്യുന്നവരായിരുന്നു. ഇവർ പകൽ നേരത്ത് കാടുകളിൽ പോയി വിറക് ശേഖരിച്ച് അത് വിറ്റ് ഉപജീവനം നടത്തുകയും രാത്രിയുടെ സിംഹഭാഗവും ആരാധന കൃത്യങ്ങൾ മുഴുകുന്നവരുമായിരുന്നു. ഒരു കിണർ കാരണം ബിറെ മൗന എന്നറിയപ്പെട്ടിരുന്ന സ്ഥലത്ത് ഇവർ എത്തിയപ്പോൾ ഇവരിലുള്ള ഒരു വ്യക്തി അനസ് ബിൻ മാലിക്കിന്റെ അമ്മാവനായ ഹറാം ബിൻ മിൽഹാൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാഗത്തു നിന്നും ഇസ്ലാമിന്റെ സന്ദേശവുമായി ആമിർ ഗോത്ര തലവനായി അബൂ ബറ ആമിരിയുടെ സഹോദരപുത്രനായ ആമിർ ബിൻ തുഫേലിന്റെ അടുത്തേക്ക് പോയി. മറ്റ് സഹാബാക്കൾ അവിടെ തന്നെ തങ്ങി. ഹറാം ബിൻ മിൽഹാൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൂതൻ എന്ന നിലയിൽ ആമിർ ബിൻ തുഫേലിന്റെയും അയാളുടെ കൂട്ടാളികളുടെയും അടുത്തെത്തിയപ്പോൾ കപടന്മാരെ പോലെ അവർ തുടക്കത്തിൽ അദ്ദേഹത്തെ സ്വീകരിച്ച് അനയിച്ചു. എന്നാൽ അദ്ദേഹം സമാധാനത്തോടെ അവിടെ ഇരുന്ന് ഇസ്ലാമിന്റെ തബ്ലീഗ് തുടങ്ങിയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ചില ദ്രോഹബുദ്ധികൾ ഒരു ദുർഭകനോട് ആംഗ്യം കാണിക്കുകയും അയാൾ ആ നിഷ്കളങ്കനായ ദൂതനെ പിന്നിൽ നിന്നും കുന്തത്താൽ ആക്രമിക്കുകയും തൽസ്ഥാനത്ത് തന്നെ അദ്ദേഹം മരിച്ചു വീഴുകയും ചെയ്തു. അപ്പോൾ ഹറാം ബിൻ മിൽഹാൻ ഇപ്രകാരം ഒരു വിടുകയുണ്ടായി: അല്ലാഹു അക്ബർ ഫുസ്തു ബി റബ്ബിൽ കാബ. അതായത് അള്ളാഹു ആണ് ഏറ്റവും വലിയവൻ, കാബയുടെ നാഥനാണ്, ഞാൻ എൻ്റെ ലക്ഷ്യം നേടിയിരിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൂതനെ മാത്രം വധിച്ച് അവർ നിർത്തിയില്ല, മറിച്ച് ആമിർ ബിൻ തുഫേൽ തന്റെ ബനു ആമിർ ഗോത്രത്തിലെ ചിലരെ ഒരുമിച്ച് കൂട്ടുകയും മുസ്ലിങ്ങളുടെ ബാക്കിയുള്ള സംഘത്തിന് മേൽ കടന്നാക്രമണം നടത്താൻ വേണ്ടി മുതിരുകയും ചെയ്തു. അപ്പോൾ അവരൊക്കെ പറഞ്ഞു, ഞങ്ങൾ അബൂ ബറായിന്റെ ജാമ്യമുള്ളതുവരെ മുസ്ലിങ്ങളെ ആക്രമിക്കുന്നതല്ല. അപ്പോൾ ആമിർ സുലൈം ഗോത്രത്തിലെ ബനു റേൽ സക്വാൻ ഉസയ്യ തുടങ്ങിയവരെ കൂടെ കൂട്ടി. ബുഖാരിയുടെ നിവേദനത്തിലുള്ള പോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമക്ഷത്തിൽ സംഘമായി വന്നത് ഈ പറഞ്ഞ ഗോത്രക്കാരായിരുന്നു. ഇവർ മുസ്ലിങ്ങളുടെ ന്യൂനപക്ഷവും നിസ്സഹായരുമായ സംഘത്തിന്മേൽ കടന്നാക്രമണം നടത്തി. ഈ ക്രൂരരും കാട്ടാളരുമായ ശത്രുക്കളുടെ വരവ് കണ്ടപ്പോൾ മുസ്ലിങ്ങൾ പറഞ്ഞു, ഞങ്ങൾക്ക് നിങ്ങളോട് യാതൊരു വൈര്യവുമില്ല. ഞങ്ങൾ റസൂലിന്റെ ഭാഗത്തു നിന്നും ഭരമേൽപ്പിക്കപ്പെട്ട കാര്യത്തിന് വേണ്ടി മാത്രമാണ് ഇവിടെ വന്നിരിക്കുന്നത്, അല്ലാതെ നിങ്ങളോട് യുദ്ധം ചെയ്യാൻ വേണ്ടി വന്നതല്ല. എന്നാൽ അവരൊന്നും ചെവിക്കൊണ്ടില്ല. എല്ലാവരെയും അവിടെ തന്നെ അവർ വെട്ടിവീഴ്ത്തി. അവിടെ ഉണ്ടായിരുന്ന സഹാബകളിൽ ഒരു വ്യക്തി മാത്രം രക്ഷപ്പെട്ടു. അയാൾ മുടന്തനായിരുന്നു. അയാൾ മലമുകളിൽ കയറി രക്ഷപ്പെട്ടിരുന്നു. ആ സഹാബിയുടെ പേര് കാബ് ബിൻ സെയ്ദ് എന്നായിരുന്നു. ചില നിവേദനങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത് കാഫിര്യങ്ങൾ അദ്ദേഹത്തെ ആക്രമിച്ചിരുന്നു എന്നും അദ്ദേഹത്തിന് അങ്ങനെ പരിക്കു പറ്റിയിരുന്നു. എന്നാൽ അദ്ദേഹം മരിച്ചുപോയെന്ന് കരുതി കാഫിര്യങ്ങൾ അദ്ദേഹത്തെ ഉപേക്ഷിച്ചു പോവുകയാണ് ഉണ്ടായത് എന്നുമാണ്. എന്നാൽ വാസ്തവത്തിൽ അദ്ദേഹത്തിൽ ജീവന്റെ തുടിപ്പ് ബാക്കിയുണ്ടായിരുന്നു. അദ്ദേഹം അങ്ങനെ രക്ഷപ്പെടുകയാണ് ഉണ്ടായത്. ഏതായാലും സഹാബാക്കളുടെ ആ സംഘത്തിൽ നിന്നും 2 പേർ, അമ്ർ ബിൻ ഉമയ്യ സുംരി, മുൻസിർ ബിൻ മുഹമ്മദ് എന്നിവർ ആ സമയത്ത് ഒട്ടകങ്ങളെയും മറ്റും മേയ്ക്കാനായി ആ സംഘത്തെ വിട്ട് ദൂരെ പോയിരുന്നു. അവർ ദൂരത്തിൽ നിന്ന് തങ്ങളുടെ സംഘത്തിന്റെ ഭാഗത്തേക്ക് നോക്കിയപ്പോൾ കണ്ടത് ഒരു പറ്റം പറവകൾ കൂട്ടം കൂട്ടമായി അവിടെ പറന്നു വരുന്നതാണ്. അവർക്ക് മരുഭൂമിയിലെ ലക്ഷണങ്ങൾ നന്നായി അറിയാമായിരുന്നു. പെട്ടെന്ന് അവർക്ക് അവിടെ യുദ്ധം അരങ്ങേറുന്നതായി മനസ്സിലായി. തിരിച്ചു വന്നപ്പോൾ ആക്രമകാരികളായ കാഫിര്യങ്ങളുടെ രക്തപങ്കിലമായ പ്രവർത്തനങ്ങളെ അവർ തങ്ങളുടെ നഗ്നനേത്രങ്ങളാൽ കാണുകയുണ്ടായി. ദൂരത്തു നിന്നും ഈ ദൃശ്യം കണ്ടു അവർ ഇനി തങ്ങൾ എന്ത് ചെയ്യണമെന്ന് കൂടിയാലോചന നടത്തി. ഒരാൾ പറഞ്ഞു, പെട്ടെന്ന് തന്നെ നമ്മൾ ഇവിടെ വിട്ട് പോകേണ്ടതുണ്ട്, തിരുനബിക്ക് പോയി വിവരം നൽകണം, എണ്ണവും മറ്റും പറഞ്ഞു കൊടുക്കണം. എന്നാൽ മറ്റേ വ്യക്തി ആ അഭിപ്രായം അംഗീകരിച്ചില്ല. പറഞ്ഞു, നമ്മുടെ അമീറായ മുൻസിർ ബിൻ അമ്ര ഷഹീദായ സ്ഥലത്ത് നിന്നും ഓടിപ്പോകുന്നതല്ല, ഞാൻ ഇവിടെ തന്നെ ഞാൻ നിലയുറപ്പിക്കുന്നതാണെന്ന് പറഞ്ഞ് അദ്ദേഹം മുന്നോട്ട് ഗമിക്കുകയും യുദ്ധം ചെയ്ത് ഷഹാദത്ത് വരിക്കുകയും ചെയ്തു.
അമ്ർ ബിൻ ഉമയ്യ സുംരി എന്ന രണ്ടാമത്തെ വ്യക്തിയെ കാഫര്യങ്ങൾ പിടികൂട്ടി ബന്ദിയാക്കി. അദ്ദേഹത്തെയും വധിക്കാൻ പോകുമായിരുന്നു. എന്നാൽ അവർക്ക് അദ്ദേഹം മുസിർ ഗോത്രക്കാരനാണെന്ന് മനസ്സിലായപ്പോൾ ആമിർ ബിൻ തുഫേൽ അറേബ്യൻ രീതി അനുസരിച്ച് അദ്ദേഹത്തിന്റെ നെറ്റിത്തടത്തിൽ നിന്നും കുറച്ച് മുടി മുറിച്ച് അദ്ദേഹത്തെ സ്വതന്ത്രനാക്കി. എന്നിട്ട് പറഞ്ഞു, മുസിർ ഗോത്രത്തിലെ ഒരു അടിമയെ സ്വതന്ത്രനാക്കുമെന്ന് എന്റെ മാതാവ് നേർച്ച നേർന്നിരുന്നു. അക്കാരണത്താൽ ഞാൻ നിന്നെ വെറുതെ വിടുകയാണ്. അങ്ങനെ ആ 70 സഹാബാക്കളിൽ 2 പേര് മാത്രമേ രക്ഷപ്പെടുകയുള്ളൂ. ഒന്ന് അമ്ർ ബിൻ ഉമയ്യ സമ്രി, 2 കാഫര്യങ്ങൾ മരിച്ചെന്ന് കരുതി ഉപേക്ഷിച്ച കാബിൻ സയ്യദ്. ബിയർ മൗന യുദ്ധത്തിൽ ഹസ്രത്ത് അബൂബക്കർ സ്വതന്ത്രനാക്കിയ അടിമയും ഇസ്ലാമിന്റെ ദീർഘകാല സേവകനുമായ ആമിർ ബിൻ ഫുഹൈറയും ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ ഒരു വ്യക്തി, അതായത് ജബ്ബാർ ബിൻ സലമ ആയിരുന്നു വധിച്ചത്. ജബ്ബാർ പിന്നീട് മുസ്ലിമായി. അദ്ദേഹം താൻ മുസ്ലിം ആയതിന്റെ കാരണം വിവരിച്ചത്, ആമിർ ബിൻ ഫുഹൈറെ ഞാൻ ഷഹീദാക്കിയപ്പോൾ അദ്ദേഹത്തിന്റെ വായിൽ നിന്നും അനിയന്ത്രിതമായി പുസ്തു വല്ലാഹ്, അതായത് അള്ളാഹു ആണ്, ഞാൻ എന്റെ ലക്ഷ്യം നേടിയിരിക്കുന്നു എന്ന് ഉരുവിടുന്നതായി കേട്ടു. ജബ്ബാർ പറയുന്നു, ഞാൻ ആ വാക്ക് കേട്ടപ്പോൾ അത്ഭുതപരിതനായി. ഞാൻ ഇയാളെ വധിച്ചിരിക്കുകയാണ്, എന്നാൽ ഇയാൾ പറയുന്നത് ഞാൻ എന്റെ ലക്ഷ്യം നേടിയിരിക്കുന്നു എന്നാണ്. ഇതിന്റെ സംഗതി എന്താണ്? അങ്ങനെ ഞാൻ പിന്നീട് ജനങ്ങളോട് അതിന്റെ കാരണം തിരക്കി. അപ്പോൾ എനിക്ക് കാര്യം മനസ്സിലായി. മുസ്ലിങ്ങൾ ദൈവമാർഗത്തിൽ ജീവൻ വെടിയുന്നതിനാണ് തങ്ങളുടെ ഏറ്റവും വലിയ വിജയമായി കണക്കാക്കുന്നത്. അക്കാര്യം എന്നെ വലുതായി സ്വാധീനിച്ചു. ആ സ്വാധീന ഫലമായാണ് ഞാൻ മുസ്ലിം ആയത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബാക്കളും റജീ സംഭവവും മുആവന സംഭവവും ഒരേ സമയത്താണ് അറിയാനിടയായത്. അത് കേട്ട് തിരുനബിക്ക് കനത്ത ആഘാതമുണ്ടായി. നിവേദനങ്ങൾ വരുന്നിരിക്കുന്ന അത് എത്രത്തോളമായിരുന്നു എന്നാൽ അതുപോലുള്ളത് മുമ്പോ പിന്നീടോ ഉണ്ടായിരുന്നില്ല എന്നാണ്. ശരിക്കും ഇപ്രകാരം 80 സഹാബികളെ വഞ്ചിച്ച് അവർ കൊലപ്പെടുത്തിയതും അവരിൽ ബഹുഭൂരിഭാഗവും ഖുർആൻ ഹാഫിലീങ്ങളും പാമ്പിടിച്ച ജനങ്ങളും ആയിരുന്നത് വേറെ ദുഃഖകരമായിരുന്നു. അറേബ്യയിലുള്ള കിരാതമായ രീതികൾ പരിഗണിച്ചാലും ഈ സംഭവം നിസ്സാരമായിരുന്നില്ല. പ്രത്യേകിച്ചും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഈ വാർത്ത തന്റെ 80 ആൺ സന്താനങ്ങൾ വഫാത്തായിരിക്കുന്നതിന് തുല്യമായിരുന്നു. ഒരുവേള അതിലും ഉപരിയായിരുന്നു. എന്തെന്നാൽ ഒരു ആത്മീയ മനുഷ്യന് തന്റെ ആത്മീയമായ ബന്ധങ്ങൾ, തീർച്ചയായും ഒരു ഭൗതിക വ്യക്തിക്ക് തന്റെ ഭൗതിക ബന്ധങ്ങൾ എത്രമാത്രം പ്രിയങ്കരമാണ് അതിലും ഏറെ പ്രിയങ്കരമായിരിക്കും. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ആ സംഭവങ്ങൾ കനത്ത ആഘാതം സൃഷ്ടിച്ചു. എന്നാൽ ഇസ്ലാമിൽ ഏതവസ്ഥയിലും ക്ഷമ കൈക്കൊള്ളാനാണ് കൽപ്പനയുള്ളത്. അതുകൊണ്ട് തന്നെ ആ വാർത്ത കേട്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് ചൊല്ലുകയും ഹാസ അമലു അബി ബുറാ വഖദ് കുൻത ലിഹാസ അകാരിഹ മുതഖവ്വിഫ എന്ന് മാത്രം പറഞ്ഞ് മൗനം ദീക്ഷിക്കുകയുമാണ് ചെയ്തത്. അതായത് ഇതെല്ലാം അബൂ ബറായുടെ ചെയ്തിയുടെ ഫലമാണ്. കാരണം എനിക്കൊരിക്കലും അവരെ അയക്കാൻ ഇഷ്ടമുണ്ടായിരുന്നില്ല. മറിച്ച് നജദുകാരെ കുറിച്ച് എനിക്ക് ആശങ്കയും ഉണ്ടായിരുന്നു. ഹസരത്ത് സാദ് ബിൻ ഖൗലയെ കുറിച്ചുള്ള വിവരണമാണ് ഇനി. അദ്ദേഹം ബനു മാലിക് ബിൻ ഹസൽ ബിൻ ആമിർ ബിൻ ലോയി ഗോത്രക്കാരനായിരുന്നു. ചിലർ കരുതുന്നത് അദ്ദേഹം ബനു ആമിറുമായി സഖ്യം ചെയ്തിരുന്നു എന്നാണ്. അദ്ദേഹം പേർഷ്യക്കാരനായിരുന്നു. യമനിൽ കുടിയേറി പാർത്തതായിരുന്നു. ആമിർ ബിൻ സാദ് തന്റെ പിതാവായ സാദ് ബിൻ വക്കാസിൽ നിന്ന് നിവേദനം ചെയ്യുന്നു. അദ്ദേഹം പറയുകയുണ്ടായി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജത്തുൽ വിദായുടെ അവസരത്തിൽ ഞാൻ രോഗിയായപ്പോൾ എന്നെ സന്ദർശിച്ചു. ഞാൻ മരണത്തോട് മല്ലിടുന്ന സമയമായിരുന്നു അത്. ഞാൻ പറഞ്ഞു, യാ റസൂലല്ലാഹ്, എത്രത്തോളം എനിക്ക് യാതന അനുഭവിക്കേണ്ടി വരുന്നുണ്ടെന്ന് താങ്കൾക്ക് നേരിട്ട് കാണാൻ സാധിക്കുന്നില്ലേ? എനിക്ക് ഒരുപാട് ധനമുണ്ട്. എൻ്റെ ഏക അനന്തരാവകാശി എൻ്റെ മകൾ മാത്രമാണ്. അതുകൊണ്ട് ഞാൻ 2/3 ഭാഗം സദക്ക നൽകിക്കൊള്ളട്ടെ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പാടില്ല. പറയുന്നു, ഞാൻ തുടർന്ന് ചോദിച്ചു, പകുതി ഭാഗം സദക്ക ചെയ്തോട്ടെ. തിരുനബി പാടില്ലെന്ന് പറഞ്ഞു. 1/3 സദക്ക നൽകുക, അതുതന്നെ ധാരാളം എന്നും പറയുകയുണ്ടായി. എന്നിട്ട് ഇപ്രകാരം കൂട്ടിച്ചേർത്തു, താങ്കൾ താങ്കളുടെ അനന്തരാവകാശികളെ നല്ല നിലയിൽ ഉപേക്ഷിക്കുന്നത് അവരെ മറ്റുള്ളവരുടെ മുമ്പിൽ കൈനീട്ടി നടക്കുന്നവരായി ആശ്രിതരായി ഉപേക്ഷിക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ്. താങ്കൾ ദൈവപ്രീതി കാംക്ഷിച്ചുകൊണ്ട് ചെലവഴിക്കുന്നതിനെല്ലാം തന്നെ ദൈവത്തിന്റെ പക്കൽ നിന്നും താങ്കൾക്ക് പ്രതിഫലം ലഭിക്കുന്നതുമാണ്. എത്രത്തോളം എന്നാൽ താങ്കൾ താങ്കളുടെ പത്നിയുടെ വായിൽ ഒരു ഉരുളയിട്ട് കൊടുത്താലും താങ്കൾക്ക് പ്രതിഫലം ലഭിക്കുന്നതാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ അങ്ങനെ ചെയ്താൽ അല്ലയോ റസൂലല്ലാ, എൻ്റെ സുഹൃത്തുക്കളെക്കാൾ പിറകിലായി പോകുമോ? കാരണം ഇപ്പോൾ തന്നെ ഞാൻ മരണപ്പെട്ടു പോയാൽ പിന്നീട് അവസരങ്ങളൊന്നുമില്ലല്ലോ.
തിരുനബി പറഞ്ഞു, താങ്കൾ ഒരിക്കലും പിറകിലാകില്ല. താങ്കൾ ദൈവപ്രീതി കാംക്ഷിച്ചുകൊണ്ട് ചെയ്യുന്ന സൽപ്രവൃത്തികൾ മുഖേന താങ്കളുടെ പദവികളും സ്ഥാനങ്ങളും ഉന്നതമാകുന്നതാണ്. എന്നാൽ അതേസമയം താങ്കൾക്ക് ദീർഘായുസ് ലഭിച്ചു എന്ന് കരുതുക, എന്നാൽ താങ്കളുടെ ആളുകൾ താങ്കളെ ദുരുപയോഗം ചെയ്യുകയും താങ്കൾക്ക് നഷ്ടം വരുത്തുകയും അങ്ങനെ താങ്കൾ പിറകിലായി പോവുകയും ചെയ്തെന്നും വരാം. തുടർന്ന് പറഞ്ഞു, അള്ളാഹുവെ, എൻ്റെ സ്വഹാബാക്കളുടെ എല്ലാം ഹിജ്റത്ത് പൂർത്തിയാക്കണമേ, അവരെ കുതികാലുകളിൽ പിന്തിരിയുന്നവരാക്കരുത്. നിവേദകൻ പറയുന്നു, പാവം സാദ് ബിൻ ഖൗല അദ്ദേഹത്തെക്കുറിച്ച് ഓർത്ത് പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖേദം പ്രകടിപ്പിക്കുമായിരുന്നു. കാരണം ഹിജ്റത്തിന് മുമ്പ് തന്നെ അദ്ദേഹം മക്കയിൽ വെച്ച് മരണപ്പെടുകയുണ്ടായി. ഒരു നിവേദനത്തിൽ വന്നിരിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സാദ് ബിൻ ഖൗലയെ കുറിച്ച് വ്യസനിക്കുമായിരുന്നു, കാരണം അദ്ദേഹം മക്കയിൽ വെച്ച് മരണപ്പെട്ടു. ഇതിന് കാരണം മക്കയിൽ നിന്നും ഹിജ്റത്ത് ചെയ്ത വ്യക്തി തിരിച്ചു വരികയോ ഹജ്ജിനും ഉംറയ്ക്കും ശേഷം മക്കയിൽ കൂടുതൽ തുടരുകയോ ചെയ്യുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അനിഷ്ടകരമായിരുന്നു. ഇസ്മായിൽ ബിൻ മുഹമ്മദ് ബിൻ സാദിൽ നിന്ന് നിവേദനം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സായിബ് ബിൻ ഉമേർ അൽ ഖാരിക്ക് ഇപ്രകാരം കൽപ്പന നൽകി: സാദ് ബിൻ ഖൗല മക്കയിൽ വെച്ച് വഫാത്താവുകയാണെങ്കിൽ അദ്ദേഹത്തെ മക്കയിൽ തന്നെ മറമാടരുത്. മറ്റൊരു നിവേദനത്തിന്റെ അടിസ്ഥാനത്തിൽ ഹസ്രത്ത് സാദ് ബിൻ അബി വക്കാസിനെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം പറഞ്ഞിരുന്നു: ഇദ്ദേഹം മക്കയിൽ വഫാത്തായാൽ അദ്ദേഹത്തെ അവിടെ തന്നെ മറമാടരുത്. ഹസ്രത്ത് സാദ് ബിൻ ഖൗല ഹജ്ജത്തുൽ വിദായുടെ അവസരത്തിൽ വഫാത്തായപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യ ഗർഭിണിയായിരുന്നു. വഫാത്തിന് ശേഷം അധികം താമസിയാതെ തന്നെ അവർ പ്രസവിക്കുകയും ചെയ്തു. പ്രസവ സമയം അടുത്തിരുന്നു. അതിനാൽ വഫാത്തിന് തൊട്ട് ശേഷം തന്നെ കുട്ടിയും ജനിച്ചു. നിവേദനങ്ങൾ വന്നിരിക്കുന്നു, 25 രാത്രികൾ അല്ലെങ്കിൽ അതിലും കുറഞ്ഞ സമയത്തിൽ തന്നെ ഭർത്താവിന്റെ മരണശേഷം അവർ പ്രസവിച്ചിരുന്നു. പ്രസവ ദീക്ഷ അവസാനിച്ചപ്പോൾ അവർ വിവാഹാലോചനകൾക്ക് വേണ്ടി വരുന്നവർക്ക് വേണ്ടി ഒരുങ്ങി നിൽക്കുമായിരുന്നു. ബനി അബ്ദുദാറിലെ ഒരു വ്യക്തിയായ അബു തനാബിൽ ബിൻ ബൊക്കൻ വന്നു. അദ്ദേഹം ചോദിച്ചു, എന്താണ് നിങ്ങൾ ഇങ്ങനെ തയ്യാറായി നിൽക്കുന്നത്? നിങ്ങൾക്ക് നിക്കാഹിനുള്ള ഉദ്ദേശമായിട്ടാണല്ലോ തോന്നുന്നത്. അള്ളാഹു ആണ് നിങ്ങൾക്ക് 4 മാസവും 10 ദിവസവും കഴിയാതെ ഭർത്താവിന്റെ മരണശേഷം നിക്കാഹ് ചെയ്യാനുള്ള അനുവാദമില്ല തന്നെ. സുബൈയ പറയുന്നു, അദ്ദേഹം എന്നോട് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് തയ്യാറായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് പോയി വൈകുന്നേരം തന്നെ ഇതേക്കുറിച്ച് ആരാഞ്ഞു. തിരുനബി എനിക്ക് പ്രകാരം ഫത്വ നൽകി: പ്രസവത്തിന് ശേഷം തന്നെ നിങ്ങൾക്ക് നിക്കാഹിനുള്ള അനുവാദമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ആഗ്രഹിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നിക്കാഹ് ചെയ്യാമെന്നും എന്നോട് പറയുകയുണ്ടായി. ഇങ്ങനെയുള്ള ചില മസലകളും ഇത്തരത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഹജരത്ത് അബുൽ ഹൈസം ബിൻ അത്തഹിയാൻ കുറിച്ചുള്ള വിവരണമാണ് ഇനി. അദ്ദേഹത്തിന്റെ സഹോദരന്റെ പേര് ഉബൈദ് അല്ലെങ്കിൽ അത്തീഖ് ബിൻ അത്തഹിയാൻ എന്നായിരുന്നു. അദ്ദേഹം ഉഹദ് യുദ്ധത്തിൽ പങ്കെടുത്തിരുന്നു. ഹജരത്ത് അബുൽ ഹൈസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, ഒരു നിവേദനത്തിൽ വന്നിരിക്കുന്നു, ഏറ്റവും ആദ്യം ഞാൻ അങ്ങയിൽ ബൈഅത്ത് ചെയ്യുന്നതാണ്. എന്നാൽ എപ്രകാരമാണ് അങ്ങയ്ക്ക് മേൽ ബൈഅത്ത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തന്നാലും. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രതിവചിച്ചു, ബനി ഇസ്രായേലുകാർ മൂസയുടെ കയ്യിൽ ബൈഅത്ത് ചെയ്തപ്പോൾ ഏറ്റുപറഞ്ഞ കാര്യത്തിൽ നിങ്ങൾ എനിക്കും ബൈഅത്ത് ചെയ്യുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹജരത്ത് അബുൽ ഹൈസം, ഹജരത്ത് ഉസൈദ് ബിൻ ഹുസൈർ എന്നിവരെ ബനി അബ്ദുൽ അഷൽ ഗോത്രത്തിന്റെ മേൽനോട്ടക്കാരാക്കി. അദ്ദേഹം യുദ്ധവേളകളിൽ 2 വാളുകൾ തൂക്കിയിടാറുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ദുസൈഫൈൻ 2 വാളുള്ള ആൾ എന്ന പേരുമുണ്ട്. ഹജരത് മിർസ ബഷീർ അഹമ്മദ് സാബ് എഴുതിയിരിക്കുന്നത്, അദ്ദേഹം സിഫീൻ യുദ്ധത്തിൽ ഹജരത് അലിയുടെ ഭാഗത്തു നിന്നും യുദ്ധം ചെയ്ത് ഷഹാദത്ത് വരിക്കുകയുണ്ടായി എന്നാണ്. അടുത്ത പരാമർശം ഹജരത്ത് ആസിം ബിൻ സാബിദിനെ കുറിച്ചാണ്. അദ്ദേഹത്തിന്റെ ഒരു മകന്റെ പേര് മുഹമ്മദ് എന്നായിരുന്നു. ഹിന്ദ് ബിൻ മാലിക് ആണ് അദ്ദേഹത്തെ പ്രസവിച്ചത്. ഉഹദ് യുദ്ധവേളയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അടുത്ത് തന്നെ നിലകൊണ്ട ആളുകളെ കുറിച്ച് ഹജരത്ത് ഇമാം റാസി വിവരിച്ചിരുന്നു. ഖലീഫ റാബി ഒരു ആയത്തിനെ വ്യാഖ്യാനിച്ചപ്പോഴും ഈ കാര്യം വിവരിക്കുന്നുണ്ട്. ഹജരത്ത് ഇമാം റാസി 14 പേരെ കുറിച്ച് വ്യക്തമായ സാക്ഷ്യങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട്. ഇവർ ഓരോരുത്തരുടെയും പേരെടുത്തുകൊണ്ട് അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരവസരത്തിലും ഉപേക്ഷിച്ചു പോയില്ല എന്ന് എഴുതിയിരിക്കുന്നു. ആ പേരുകളിൽ മുഹാജിരിങ്ങളിൽ ഹജരത്ത് അലി മാത്രമായിരുന്നു എന്നാണ് ഷിയാക്കൾ പറയുന്നതെങ്കിലും ഇദ്ദേഹം ഹജരത്ത് അബൂബക്കർ, ഹജരത്ത് അലി, ഹജരത്ത് അബ്ദുറഹ്മാൻ ബിൻ ഔഫ്, ഹജരത്ത് സാദ് ബിൻ അബി വക്കാസ്, ഹജരത്ത് തൽഹ ബിൻ ഉബൈദുല്ല, ഹജരത്ത് അബു ഉബൈദ ബിൻ ജറാഹ്, ഹജരത്ത് സുബൈർ ബിൻ അവാം എന്നിവരുടെയും പേര് വന്നിരിക്കുന്നു. അൻസാറുകളിൽ ഖുബാബ് ബിൻ മുൻസിർ, അബു ദജാന, ഹജരത്ത് ആസിം ബിൻ സാബിത്ത്, ഹജരത്ത് ഹാരിസ് ബിൻ സമ എന്നിവരുടെയും പേരുണ്ട്.
ഒരുപക്ഷെ ഹസ്രത് സാൽ ബിൻ ഹുനൈഫ് അതുപോലെ ഉസൈദ് ബിൻ ഹുസൈനും അവരിലുണ്ട്. ഹസ്രത് സാദ് ബിൻ മുആദും അതിലുണ്ട്. മറ്റൊരു വിവരണമുള്ളത് മരണത്തെ തൊട്ട് മരിക്കുമെന്ന് പ്രതിജ്ഞ എടുത്ത 8 പേരുണ്ടായിരുന്നു. അതിൽ 3 പേർ മുഹാജിരിങ്ങളും 5 പേർ അൻസാരികളായിരുന്നു. എന്നാൽ വിചിത്രമെന്ന് പറയട്ടെ, ഇവരിൽ ആരും തന്നെ ഷഹീദായില്ല. ആ സമയത്ത് അള്ളാഹു അവരെ അനിതര സാധാരണമായ നിലയിൽ സംരക്ഷിക്കുന്ന കാഴ്ചയായിരുന്നു കാണാൻ സാധിച്ചിരുന്നത്. അടുത്ത പരാമർശം ഹജരത് സാൽ ബിൻ ഹുനൈഫ് അൻസാരിയെ കുറിച്ചാണ്. ഹജരത് ഇബിൻ അബ്ബാസിൽ നിന്ന് നിവേദനം, ബദർ യുദ്ധവേളയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കൊപ്പം 100 ഒട്ടകങ്ങളും 2 കുതിരകളും ഉണ്ടായിരുന്നു. ഒരു കുതിരപ്പുറത്ത് ഹജരത്ത് മിഖ്ദാദ് ബിൻ അസ്വദ് സവാരി ചെയ്തിരുന്നു. രണ്ടാമത്തെ ഒട്ടകത്തെ ഹജരത്ത് മുസബ് ബിൻ ഉമേറും അതുപോലെ സാൽ ബിൻ ഹുനൈഫും സവാരി ചെയ്തിരുന്നു, മാറി മാറി. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബാക്കൾ ഈ ഒട്ടകങ്ങളുടെ മേൽ ഊഴമനുസരിച്ച് യാത്ര ചെയ്യുമായിരുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഹജരത്ത് അലിയും ഹജരത്ത് ഹംസ ബിൻ അബ്ദുൽ മുത്തലിബുമായി സഖ്യം ചെയ്ത മിർസദ് ബിൻ അബി മിർസദ് ഗനവിയും ഒരു ഒട്ടകപ്പുറത്ത് ഊഴമനുസരിച്ച് യാത്ര ചെയ്തിരുന്നു. ഉഹദിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തുണ്ടായിരുന്നവരിൽ ഹജരത് സാൽ ബിൻ ഹുനൈഫും ഉണ്ടായിരുന്നു എന്ന് നിവേദനങ്ങളിൽ വന്നിട്ടുണ്ട്. യുസൈർ ബിൻ അമറിൽ നിന്ന് നിവേദനം, ഒരു ദിവസം ഞാൻ ഹജരത് സാൽ ബിൻ ഹുനൈഫിന്റെ സന്നിധിയിൽ ഹാജരായി. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് താങ്കൾ കേട്ട ഹറൂറിയ വിഭാഗത്തിൽപ്പെട്ട, അതായത് ഖാരിജികളെ കുറിച്ചുള്ള ഏതെങ്കിലും ഹദീസ് കേൾപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടു. അദ്ദേഹം പറഞ്ഞു, ഞാൻ നിങ്ങളോട് ഇത്രമാത്രം പറയുന്നതായിരിക്കും, ഞാൻ കേട്ടതിൽ കൂടുതലൊന്നും പറയുന്നതല്ല. ഞാൻ നബിയിൽ നിന്നും ഒരു ജനതയെക്കുറിച്ച് പരാമർശിക്കവേ ഇപ്രകാരം കേൾക്കുകയുണ്ടായി, ഇവിടെ നിന്ന് അവർ പുറപ്പെടുമെന്ന് പറഞ്ഞിരുന്നു. അദ്ദേഹം അങ്ങനെ ഇറാഖിലേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു, അവർ ഇവിടെ നിന്നും ഉള്ളവരായിരിക്കും. ഖുർആൻ അവർ പാരായണം ചെയ്യുമെങ്കിലും അവരുടെ തൊണ്ടക്ക് കീഴെ അത് ഇറങ്ങുന്നതല്ല. അമ്പ് വേട്ടമൃഗത്തിൽ നിന്നും ഉന്നം തെറ്റുന്നത് പോലെ അവർ ദീനിൽ നിന്നും അകന്നു പോകുന്നതായിരിക്കും. നിവേദകൻ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെക്കുറിച്ച് എന്തെങ്കിലും അടയാളങ്ങൾ പറഞ്ഞിട്ടുണ്ടോ എന്ന് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇത്രമാത്രമായിരുന്നു കേട്ടത്, ഇതിൽ കൂടുതൽ എനിക്കൊന്നും പറയാൻ സാധിക്കുന്നതല്ല. ഞാൻ കേട്ടത് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി സ്വയം തന്നെ മനസ്സിലാക്കിക്കൊള്ളുക. ഉമേർ ബിൻ സയ്യിദിൽ നിന്ന് നിവേദനം, ഹജരത്ത് അലി സാൽ ബിൻ ഹുനൈഫിന്റെ ജനത നമസ്കരിപ്പിച്ചു. അതിൽ 5 തക്ബീർ ചൊല്ലി. ജനങ്ങൾ ചോദിച്ചു, 5ാമത്തെ തക്ബീർ എന്തിനുള്ളതാണ്? ഹജരത്ത് അലി പറഞ്ഞു, ഈ സഹൽ ബിൻ ഹുനൈഫ് ബദർ സഹാബിയാണ്. ബദർ സഹാബികൾ അല്ലാത്തവർക്കുമേൽ ഒരു ശ്രേഷ്ഠതയുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ ശ്രേഷ്ഠത നിങ്ങളെ മനസ്സിലാക്കി തരാനാണ് ഞാൻ ഒരു തക്ബീർ അധികമായി ചൊല്ലിയത്. അടുത്തത് ജബ്ബാർ ബിൻ സഖറിനെ കുറിച്ചുള്ള പരാമർശമാണ്. ഹിജ്റ വർഷം 9 റബിയുൽ ആഖിറിന് ഹജരത്ത് അലി റളിയല്ലാഹു അൻഹു ബനു തേ ഗോത്രവുമായി ചെയ്ത യുദ്ധത്തെക്കുറിച്ച് ഇപ്രകാരം വന്നിരിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹജരത്ത് അലിയെ 150 സൈനികരുമായി ബനു തൈയിലുള്ള ഫുൽസ് എന്ന ബിംബത്തെ പൊളിക്കാനായി അയക്കുകയുണ്ടായി. ബനു ത്വായി പ്രദേശം മദീനയുടെ വടക്ക് പടിഞ്ഞാറ് സ്ഥിതി ചെയ്യുന്നതാണ്. ആ യുദ്ധത്തിന് വേണ്ടി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജരത്ത് അലി റളിയല്ലാഹു അൻഹുവിന് ഒരു കറുത്ത നിറത്തിലുള്ള വലിയ പതാകയും വെളുത്ത നിറത്തിലുള്ള ചെറിയ പതാകയും നൽകിയുണ്ടായി. ഹജരത്ത് അലി പ്രഭാതവേളയിൽ ഹാത്തം നിവാസികളെ ആക്രമിക്കുകയും പുലസ് ബിംബത്തെ പൊളിക്കുകയും ചെയ്തു. ഹജരത്ത് അലി ബനു തൈയിൽ നിന്നും ഒരുപാട് ഗനീമത്ത് മുതലും ബന്ദികളുമായി മദീനയിലേക്ക് തിരിച്ചുപോയി. ആ സമയത്ത് യുദ്ധക്കൊടി ഹജരത്ത് ജബ്ബാർ ബിൻ സഖറിന്റെ പക്കലായിരുന്നു. ആ യുദ്ധത്തിൽ ഹജരത്ത് അലി കൂടെയുള്ളവരുടെ അഭിപ്രായം ആരാഞ്ഞു. അതിൽ ജബ്ബാർ ബിൻ സഖർ പറഞ്ഞു, രാത്രി മുഴുവൻ സവാരി മൃഗങ്ങളിൽ യാത്ര ചെയ്ത് കഴിച്ചുകൂട്ടാം, നേരം വെളുത്തതും ശത്രുക്കളെ കടന്നാക്രമിക്കാം. ഹജരത്ത് അലിക്ക് ആ അഭിപ്രായം ബോധിച്ചു. ഹജരത്ത് ജാബിർ ബിൻ അബ്ദുല്ലാഹിൽ നിന്ന് നിവേദനം, ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇടത്ത് വശത്ത് നിൽപ്പായിരുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ പിടിച്ച് വലത്ത് വശത്താക്കി നിർത്തി. തുടർന്ന് ജബ്ബാർ ബിൻ സഖർ വന്നപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ രണ്ടുപേരെയും പിറകിൽ നിർത്തി. ഒരു നിവേദനത്തിൽ വന്നിരിക്കുന്നു, ഹജരത്ത് ഉമേർ ബിൻ അബി വക്കാസിനെ അമ്ർ ബിൻ അബ്ദ് വുദ് ആയിരുന്നു ഷഹീദാക്കിയത്. മറ്റൊരു നിവേദനത്തിന്റെ അടിസ്ഥാനത്തിൽ ഹജരത്ത് ഉമേർ ബിൻ അബി വക്കാസിനെ അഹ്സൻ ബിൻ സയ്യിദ് ആണ് ഷഹീദാക്കിയത്. സഖറിനെ കുറിച്ചുള്ള വിവരണം വിവരിച്ചു കഴിഞ്ഞതാണ്, അവസാനിച്ചതാണ്. ഉമർ ബിൻ അബി വക്കാസിനെ കുറിച്ചുള്ള വിവരണമാണ്. അദ്ദേഹത്തെ കുറിച്ചാണ് ഇങ്ങനെ നിവേദനമുള്ളത്. അദ്ദേഹത്തെ അമ്ർ ബിൻ അബ്ദ് വുദ് ആയിരുന്നു ഷഹീദാക്കിയത്. മറ്റൊരു നിവേദനത്തിന്റെ അടിസ്ഥാനത്തിൽ ഹജരത്ത് ഉമേർ ബിൻ അബി വക്കാസിനെ അഹ്സൻ ബിൻ സയ്യിദ് ആണ് ഷഹീദാക്കിയത്. ഒരു റിവായത്തിൽ ഇപ്രകാരം വരുന്നു, ഹിജ്റ വർഷം 9 സഫർ മാസത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹജരത്ത് ഖുത്ബയെ 20 ആളുകളോടൊപ്പം
തബാലയുടെ അടുത്തുള്ള ഖുസം ഗോത്രത്തിന്റെ ഒരു ശാഖയിലേക്ക് അയക്കുകയുണ്ടായി. അദ്ദേഹം അവരുടെ മേൽ പൊടുന്നനെ കടന്നാക്രമിക്കണമെന്ന് കൽപ്പിച്ചു. ഈ സഹാബാക്കൾ 10 ഒട്ടകങ്ങളുടെ മേൽ ഊഴമനുസരിച്ച് യാത്ര ചെയ്തു. ഇവർ ഒരു വ്യക്തിയെ പിടിച്ച് അയാളെ ചോദ്യം ചെയ്തപ്പോൾ അയാൾ ഇവരുടെ മുന്നിൽ ഊമയെ പോലെ അഭിനയിച്ചു. പിന്നെ അവസരം കിട്ടിയപ്പോൾ ഉറക്കെ നിലവിളിച്ച് തന്റെ ഗോത്രത്തിലെ ജനങ്ങൾക്ക് മുന്നറിയിപ്പ് കൊടുത്തു. അപ്പോൾ അവർ അയാളെ വധിച്ചു. അതിനുശേഷം കുത്തുബയും അദ്ദേഹത്തിന്റെ കൂട്ടുകാരും കാത്തിരിക്കുകയും ആ ഗോത്രത്തിലുള്ളവർ ഉറങ്ങിയ ശേഷം അവരുടെ മേൽ മിന്നലാക്രമണം നടത്തുകയും ചെയ്തു. ഘോര യുദ്ധം നടന്നു. 2 ഭാഗത്തുള്ള ആളുകളിൽ പലർക്കും പരിക്കേറ്റു. ഹസരത്ത് കുത്തുബ കുറെ പേരെ വധിച്ചു. അവരുടെ നാൽക്കാലികളെയും ആടുകളെയും സ്ത്രീകളെയും കൊണ്ട് മദീനയിലേക്ക് വന്നു. ഹുമുസ് മാറ്റിവെച്ചതിന് ശേഷം ഓരോ വ്യക്തിക്കും 4 ഒട്ടകങ്ങൾ വീതം ലഭിച്ചു. അന്ന് ഒരു ഒട്ടകം 10 ആടുകൾക്ക് സമമായിരുന്നു. ഇമാം ബഗ്വി പറയുന്നു, ഹസരത്ത് ഉഖ്ബ ബിൻ ആമിറിൽ നിന്നും ഒരു ഹദീസ് നിവേദനം ചെയ്യപ്പെട്ടിട്ടില്ല. ഏതായാലും സഹാബാക്കളെ കുറിച്ച് ഞാൻ പറയാൻ ഉദ്ദേശിച്ചിരുന്ന കാര്യങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. ഇതോടൊപ്പം ഞാൻ പാകിസ്ഥാനിലെ അഹമ്മദികൾക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി പറയുവാൻ ആഗ്രഹിക്കുകയാണ്. അവരുടെ വിഷമകരമായ അവസ്ഥ എളുപ്പമാക്കുന്നതിന് വേണ്ടി, അതുപോലെ നീതി നടപ്പിലാക്കുന്നവർക്ക്, അതുപോലെ നിർമ്മാണം ചെയ്യുന്നവർക്ക്, അള്ളാഹുവിൻ്റെയും അവൻ്റെ റസൂലിൻ്റെയും പേരിൽ അതിക്രമം പ്രവർത്തിക്കുന്നവർക്കും ഇവർക്ക് എല്ലാവർക്കും അള്ളാഹു സൽബുദ്ധി നൽകുന്നതിന് വേണ്ടിയും, അല്ലെങ്കിൽ അല്ലാത്ത പക്ഷം അള്ളാഹു അവരെ പെട്ടെന്ന് തന്നെ പിടികൂടുന്നതിന് വേണ്ടിയും ദുആ ചെയ്യുക. രണ്ടാമത് ബുർക്കിന ഫാസോയ്ക്ക് വേണ്ടിയും ദുആ ചെയ്യുക. അവിടെയും പ്രയാസങ്ങളുണ്ട്. ഭീകരവാദികളുടെ പ്രവർത്തനങ്ങൾ മുമ്പുള്ളതുപോലെ തന്നെ തുടരുന്നുണ്ട്. അള്ളാഹുവിൻ്റെയും അവൻ്റെ റസൂലിൻ്റെയും പേരിലാണ് അതിക്രമം കാണിക്കുന്നത്. പിന്നെ അൾജീരിയക്ക് വേണ്ടിയും ദുആ ചെയ്യുക. അവിടെയുള്ള ചില സർക്കാർ ഉദ്യോഗസ്ഥരും കോടതികളും തെറ്റായ രീതിയിൽ അഹമ്മദികൾക്ക് മേൽ അതിക്രമം പ്രവർത്തിക്കുന്നു. അള്ളാഹു എല്ലാവരെയും തൻ്റെ സംരക്ഷണത്തിൽ വയ്ക്കുമാറാകട്ടെ. പ്രത്യേകമായും ദുആകളിലും സദക്കകളിലും ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട്. അള്ളാഹു എതിരാളികളുടെ ഉപദ്രവത്തിൽ നിന്ന് എല്ലാവരും സംരക്ഷിക്കുമാറാകട്ടെ. ജുമാ നമസ്കാരത്തിന് ശേഷം ഞാൻ ചില ജനാസ ഗായിബ് നമസ്കരിപ്പിക്കുന്നതായിരിക്കും. അവരെക്കുറിച്ചും പരാമർശിക്കാം. ആദ്യമായി അനുസ്മരിക്കാനുള്ളത് മുഹമ്മദ് റഷീദ് സാബ് ഷഹീദിനെ കുറിച്ചാണ്. അദ്ദേഹം ഗുജറാത്ത് ജില്ലയിലെ ഗുട്രിയാലയിലെ ചൗധരി ബഷാറത്ത് അഹമ്മദ് സാഹിബിന്റെ മകനാണ്. അദ്ദേഹത്തെ 2 അഹമ്മദിയ വിരോധികൾ അദ്ദേഹത്തിന്റെ വീട്ടിൽ കയറി ഫെബ്രുവരി 19 ഫയറിംഗ് ചെയ്ത് ഷഹീദാക്കുകയുണ്ടായി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഷഹാദത്ത് വരിക്കുമ്പോൾ 70-ലധികം വയസ്സ് പ്രായമുണ്ടായിരുന്നു. ലഭ്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ മുഹമ്മദ് റഷീദ് സാഹിബ് ഗുജറാത്ത് ജില്ലയിലെ ഗുട്രിയാലയിലെ തന്റെ വീട്ടിൽ ഒറ്റക്കായിരുന്നു താമസിച്ചിരുന്നത്. അവിടെ അദ്ദേഹം പ്രദേശവാസികളുടെ സൗകര്യത്തിനായി ഫ്രീ ഹോമിയോ ഡിസ്പെൻസറി നടത്തിയിരുന്നു. ഗ്രാമീണരും ചുറ്റുവട്ടത്തുമുള്ളവരും ഒക്കെ തന്നെ അതിൽ നിന്നും പ്രയോജനം ഉൾക്കൊണ്ടിരുന്നു. ഗ്രാമത്തിലുള്ള 2 യുവാക്കൾ മരുന്ന് വാങ്ങിക്കാൻ എന്ന വ്യാജേന അദ്ദേഹത്തിന്റെ വീട്ടിലെ ഡിസ്പെൻസറിയിലേക്ക് കയറുകയും വെടിയുതിർക്കുകയും ചെയ്തു. പറയപ്പെടുന്നത് വെടിവെച്ച ആക്രമിയിൽ ഒന്ന് ഖുർആൻ ഹാഫിസ് ആണ് എന്നാണ്. മർഹൂമിന്റെ നെറ്റിയിൽ അയാളുടെ ഒരു വെടിയുണ്ട തുളച്ചു കയറുകയും തൽക്ഷണം തന്നെ വഫാത്ത് സംഭവിക്കുകയും ചെയ്തു. സംഭവത്തിന് ശേഷം അക്രമകാരികൾ ഒളിവിലായി. ഷഹീദിന്റെ ഒരു ജോലിക്കാരൻ ഏതാനും നിമിഷങ്ങൾക്ക് ശേഷം സംഭവ സ്ഥലത്ത് എത്തിയപ്പോഴാണ് ഇക്കാര്യത്തെക്കുറിച്ച് അറിയാൻ സാധിച്ചത്. സംഭവത്തെക്കുറിച്ച് ബന്ധപ്പെട്ട പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്യുകയുണ്ടായി. പറയപ്പെടുന്നത് ആ 2 അക്രമകാരികളിൽ ഒരാളായ ഖുർആൻ ഹാഫിസിന്റെ മൃതശരീരം അടുത്തുള്ള കൃഷിഭൂമിയിൽ കണ്ടെത്തുകയും പോലീസ് അതേക്കുറിച്ച് വേറെ നിലയിൽ അന്വേഷണം നടത്തുകയും ചെയ്യുന്നുണ്ടെന്നാണ്. രണ്ടാമത്തെ അക്രമകാരിയെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ കുറഞ്ഞപക്ഷം പോലീസ് അറസ്റ്റ് ചെയ്യാനെങ്കിലും കൂട്ടാക്കിയിട്ടുണ്ട്. ഷഹീദ് മർഹൂമിന്റെ കുടുംബത്തിൽ അഹമ്മദിയത്തിന് തുടക്കം കുറിച്ചത് ഹജറത്ത് മസീഹ് മൗദ് അലി ഇസ്ലാമിന്റെ സ്വഹാബിയായ ഹജറത്ത് മുൻഷി സുൽത്താൻ ആലം സാഹിബ് റളിയല്ലാഹു അൻഹു മുഖേനയാണ്. അദ്ദേഹം ഗുജറാത്ത് ജില്ലയിലെ ഗുട്രിയാലയിൽ തന്നെയാണ് താമസിച്ചിരുന്നത്. അവിടെ അദ്ദേഹം പ്രാദേശിക സ്കൂളിൽ ടീച്ചറായി സേവനമനുഷ്ഠിച്ചിരുന്നു. അദ്ദേഹം 1906 ഗുട്ടഡിയയിൽ നിന്നും കാദിയാനിലേക്ക് വന്ന് ഹജറത്ത് മസീഹ് മൗദ് അലി ഇസ്ലാമിന്റെ തൃക്കരങ്ങളിൽ ബൈഅത്ത് ചെയ്യാനുള്ള സൗഭാഗ്യം നേടുകയുണ്ടായി. ഷഹീദ് മർഹൂം മെട്രിക്കിന് ശേഷം ആർമിയിൽ ചേർന്നു. ഏതാനും വർഷങ്ങൾക്കുള്ളിൽ തന്നെ ആർമി സേവനം ഉപേക്ഷിക്കുകയും കുറച്ച് കഴിഞ്ഞപ്പോൾ 84-85കളിൽ നോർവേയിൽ ഫാമിലി അടക്കം ഷിഫ്റ്റ് ആകുകയും ചെയ്തു. നോർവേ പൗരത്വമുണ്ടായിട്ടും 2008 സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു വന്നു. നോർവേയിലേക്ക് വന്നും പോയും ഇരുന്നിരുന്നു. സ്വന്തം നാട്ടിൽ കൃഷിയോടൊപ്പം തൻ്റെ ഗ്രാമത്തിലെ ആളുകൾക്കുടെ സേവനത്തിനായി ഫ്രീ ഹോമിയോപ്പതിക് ഡിസ്പെൻസറി ആരംഭിച്ചിരുന്നു. ഇത് അവസാനം വരെ തുടർന്നു വന്നു. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഷഹീദ് മർഹൂം മൂസിയായിരുന്നു. വഫാത്താകുന്ന സമയത്ത് സെക്രട്ടറി ഇസ്ലാർ ഷാദ് ഗുട്ടിഡിയാല എന്ന നിലയിൽ സേവനമനുഷ്ഠിച്ചു വരികയായിരുന്നു.
എല്ലാവരോടും നന്നായി ഇടപഴകുന്ന വളരെയധികം സ്നേഹമുള്ള വ്യക്തിത്വമായിരുന്നു. എല്ലാവരോടും സ്വന്തം ബന്ധുക്കളെ പോലെയുള്ള സ്നേഹവും സൗഹൃദവും പ്രകടിപ്പിച്ചിരുന്നു. സൃഷ്ടി സേവന തൽപരത വളരെയധികം പ്രകടമായി ഉണ്ടായിരുന്നു. മതഭേദമന്യേ ആവശ്യക്കാർക്ക് സാമ്പത്തികവും ധാർമ്മികവുമായ മോറലായിട്ടുള്ള സഹായ സഹകരണങ്ങളും ചെയ്യുമായിരുന്നു. ഖിലാഫത്തിനോട് അനുരക്തി ഉണ്ടായിരുന്നു. അതിഥി സൽക്കാരം അദ്ദേഹത്തിന്റെ പ്രകടമായ സവിശേഷതയായിരുന്നു. പ്രത്യേകിച്ചും കേന്ദ്ര പ്രതിനിധികളുടെ സേവനത്തിൽ മുന്നിട്ട് നിൽക്കുമായിരുന്നു. നമസ്കാരത്തിൽ കൃത്യനിഷ്ഠത പുലർത്തിയിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഈ പ്രദേശത്ത് ഫ്രീ മെഡിക്കൽ ക്യാമ്പ് ഏർപ്പാട് ചെയ്യുമായിരുന്നു. അദ്ദേഹത്തിന്റെ സഹോദരപുത്രനും ഐവറി കോസ്റ്റിലെ മൊറബിയുമായ റാഫി അഹമ്മദ് സാഹിബ് പറയുന്നു, ഷഹീദ് മർഹൂം എല്ലാവർക്കും പ്രിയപ്പെട്ട വ്യക്തിയായിരുന്നു. വളരെ ആവശ്യത്തോടെ സൃഷ്ടി സേവനത്തിൽ മുഴുകുന്നതോടൊപ്പം തന്നെ ഒരു നല്ല ദായിലയും ദരിദ്രരെ സഹായിക്കുന്നവനും സാധുജന പരിപാലകനും ആയിരുന്നു. അള്ളാഹു അദ്ദേഹത്തിന്റെ കൈകളിൽ ഷിഫ രോഗശമനം വച്ചിരുന്നു. ഖുതുബ ജുമാ കേൾക്കുന്നതിൽ വളരെയധികം ശ്രദ്ധ ചെലുത്തിയിരുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഷഹീദ് മർഹൂമിന്റെ പത്നി നോർവിൽ വെച്ച് അദ്ദേഹത്തിന്റെ മേൽ ആക്രമണം നടക്കുന്നതായും അദ്ദേഹത്തിന്റെ ജീവൻ അപഹരിക്കാനായി ആരോ ശ്രമിക്കുന്നതായും സ്വപ്നം കണ്ടിരുന്നു. ഏതായാലും അദ്ദേഹത്തോട് അവർ സൂക്ഷിക്കണമെന്ന് പറഞ്ഞിരുന്നു. ഷഹീദ് മർഹൂമിന്റെ കുടുംബാംഗങ്ങളിൽ സംതൃപ്ത കുടുംബത്തിൽ നോർവിൽ താമസിക്കുന്ന ഭാര്യ പർവീൻ അഖ്തർ സാഹിബയും 2 ആൺകുട്ടികളും 5 പെൺകുട്ടികളുമുണ്ട്. ഇതിലൊരു പെൺകുട്ടി പാകിസ്ഥാനിലും മറ്റുള്ളവർ പല രാജ്യങ്ങളിലുമാണുള്ളത്. മൊബലിക് ഇൻചാർജ് നോർവേ ഷാഹിദ് മെഹമ്മൂദ് കാലു സാഹിബ് എഴുതുന്നു, വളരെയധികം സ്വാത്വികനും സാധാരണക്കാരനുമായ വ്യക്തിയായിരുന്നു. നോർവേയിൽ ഹോമിയോപ്പതി മരുന്നുകൾ കൊണ്ട് ജനങ്ങൾക്ക് സേവനം ചെയ്യുമായിരുന്നു. ഇപ്പോൾ റിട്ടയർമെന്റിന് ശേഷം 13 വർഷങ്ങളായി പാകിസ്ഥാനിൽ തന്റെ ഗ്രാമത്തിൽ താമസിച്ചു വരികയായിരുന്നു. ജനങ്ങളെ സേവിച്ചു വരികയായിരുന്നു. ഇതിനിടയിൽ ഇടയ്ക്ക് നോർവേയിൽ വരുമായിരുന്നു. അള്ളാഹു അദ്ദേഹത്തിന്റെ കൈകളിൽ ഷിഫ വെച്ചിരുന്നു. രോഗികളുടെ സേവനത്തിനായി എപ്പോഴും സന്നദ്ധനായിരുന്നു. വീട്ടിൽ പോയി മരുന്ന് നൽകിയിരുന്നു. അദ്ദേഹത്തിന്റെ പത്നി അദ്ദേഹത്തിന്റെ ബന്ധത്തിലുള്ളവർ കുടുംബത്തിൽപ്പെട്ട സ്ത്രീ തന്നെയായിരുന്നു. അവർ ആദ്യം ബയത്ത് ചെയ്തിരുന്നില്ല. എന്നാൽ തന്റെ ഭർത്താവിനെ എതിർത്തിട്ടില്ല എന്ന് മാത്രമല്ല, എല്ലാ കുട്ടികളെയും അഹമ്മദി കുടുംബങ്ങളിലാണ് വിവാഹം കഴിപ്പിച്ചത്. 2018 അവസാനമായി നോർവേയിൽ അവർ വന്നപ്പോൾ തന്റെ പത്നിയെ ബയ്യത്തും ചെയ്യിപ്പിച്ചിരുന്നു. എന്റെ ഭാര്യയെ കൊണ്ട് ബയ്യത്ത് ചെയ്യിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ വന്നത് എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. പറയുന്നു, അവിടെ പാകിസ്ഥാനിലെ എതിർപ്പ് വളരെ കൂടുതലാണ്. ഭീഷണികളും ലഭിച്ചിരുന്നു. എന്നാൽ ഇവിടെ ധാരാളം പേർ ദരിദ്രരായുണ്ട്. ദരിദ്രം വളരെ കൂടുതലാണ്. അവർക്ക് മരുന്നുകൾ വാങ്ങാനുള്ള ശേഷിയില്ല. ഞാൻ കാരണത്താൽ ദരിദ്രർക്ക് സൗജന്യ ചികിത്സയും മരുന്നും ലഭിക്കാൻ ഇവിടെ എനിക്ക് തൗഫീക്ക് ലഭിക്കുന്നു. എനിക്ക് മരണത്തെ ഒരിക്കലും പേടിയില്ല. മരണം എന്തായാലും ഒരു ദിവസം സംഭവിക്കുന്നത് തന്നെയാണ്. അഹമ്മദികൾ മനുഷ്യകുലത്തെ സേവിക്കുന്നതിൽ നിർഭയം നിരതരാണ്. അവർ യാതൊന്നിനെയും വകവെക്കുന്നില്ല. അള്ളാഹു മുഹമ്മദ് റഷീദ് സാഹിബ് ഷഹീദിനോട് മഗ്ഫിറത്തോടും കാരുണ്യത്തോടും കൂടി പെരുമാറട്ടെ. ഷഹീദ് മർഹൂമിന്റെ സന്തത്വ കുടുംബത്തിന് ക്ഷമയും സഹനവും നൽകുമാറാകട്ടെ. അടുത്തത് 2 പേരെ കുറിച്ചുള്ള പരാമർശമാണ്. ബഹുമാന്യപ്പെട്ട അമാനി ബസാം അജ്ലാവി സാഹിബ, അതുപോലെ പ്രിയപ്പെട്ട സലാ അബ്ദുൽ മുയീൻ ഖതീഷ് ഇസ്കന്ദരൂനുമാണ്. മൊറബി സിൽസിലയായ സാദിഖ് സാഹിബ് പറയുന്നു, സദർ ജമാത്തുമാണ്. 2023 ഫെബ്രുവരി 6 തുർക്കിയിൽ 2 വൻ ഭൂചലനങ്ങൾ ഉണ്ടായി. അതിൽ 2 അഹമ്മദികൾ വഫാത്താകുകയുണ്ടായി. ഒരു ഉമ്മിയും മകനുമായിരുന്നു അത്. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അതുകൂടാതെ ഭൂകമ്പത്തിൽ നിന്നും പൊതുവായ നിലയിൽ അഹമ്മദികളൊക്കെ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ സുരക്ഷിതരാണ്. ചിലർക്ക് അല്ലറ ചില്ലറ പരിക്കുകൾ ഉണ്ടെന്ന് ഇത് മാറ്റിവെച്ചാൽ. മരണപ്പെട്ടവരിൽ ഒന്ന് 23 വയസ്സുള്ള വനിത ബഹുമാനപ്പെട്ട അമ്മാനി ബസാം അജ്ലാവി സാഹിബാണ്. ഇസ്കന്ദറൂൻ ജമാത്ത് അംഗമാണ്. ഇവർ അബ്ദുൽ മൊയ്ൻ കുത്തേഷ് സാഹിബിന്റെ ഭാര്യയും ഇസ്കന്ദറൂൻ ജമാത്ത് സദർ സലാ കുത്തേഷ് സാഹിബിന്റെ മരുമകളുമായിരുന്നു. അമാനി സാഹിബ ഏകദേശം 2 മാസം മുമ്പ് തന്റെ ഭർത്താവിനോടൊപ്പം ബയത്ത് ചെയ്തതായിരുന്നു. അവരുടെ ഭർത്തൃപിതാവ് സലാ കുത്തേഷ് സാഹിബ് പറയുന്നത്, ഭൂചലനത്തിന് ഒരു ദിവസം മുമ്പ് അവർ അമ്മാനി സാഹിബയോട് ചോദിച്ചിരുന്നു, താങ്കളുടെ വീട്ടുകാരോട്, മരുമകളോട് ചോദിച്ചു, വീട്ടുകാരോട് ബയത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ? അമ്മാനി സാഹിബ് പറഞ്ഞു, അതെ, ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ എൻ്റെ മാതാപിതാക്കളോട് ഞാൻ അഹമ്മദിയായി വിവരം അറിയിച്ചിട്ടുണ്ട്. സലാ സാഹിബ് പറയുന്നത്, അമാനി സാഹിബ് തൻ്റെ മാതാപിതാക്കളോട് അഹമ്മദിയത്ത് സ്വീകരിച്ചതിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അവരുടെ ഭാഗത്തു നിന്നും ശക്തമായ എതിർപ്പോ തിക്തമായ പ്രതികരണമോ ഒന്നും ഉണ്ടായില്ല എന്ന കാര്യത്തിൽ അവർ വളരെയധികം സന്തോഷവതിയായിരുന്നു. അവരോടൊപ്പം 3 വയസ്സ് പ്രായമുള്ള മകൻ
സലാഹുദ്ദീനും വഫാത്താക്കുകയുണ്ടായി. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇവർ രണ്ടുപേരും കെട്ടിടാവശിഷ്ടങ്ങൾക്ക് താഴെ വിട്ടുപോയിരുന്നു. അവരെ പുറത്തെടുക്കുമ്പോഴേക്കും 2 ദിവസം കഴിഞ്ഞിരുന്നു. അപ്പോഴേക്കും അവർ വഫാത്തായിരുന്നു. അമാനി സാഹിബയുടെ സംതൃപ്ത കുടുംബത്തിൽ അബ്ദുൽ മുയിൻ കുത്തേഷ് സാഹിബിനെ കൂടാതെ 6 വയസ്സുള്ള മകൾ അബീറയുമുണ്ട്. ഷംസുദ്ദീൻ മലബാരി സാഹിബ് മുറബി സിൽസില കബാബിൽ പറയുന്നു, അമാനി സാഹിബയും അവരുടെ ഭർത്താവ് അബ്ദുൽ മൊയ്ൻ കുത്തേഷ് സാഹിബും കുടുംബസമേതം സിറിയയിൽ നിന്ന് ഹിജ്റത്ത് ചെയ്ത് തുർക്കിയിൽ വന്നതായിരുന്നു. അമാനി സാഹിബ വളരെ ആത്മാർത്ഥതയോടെ സേവനം ചെയ്യുന്ന സ്ത്രീയും ലളിത ജീവിതം നയിക്കുന്ന സ്ത്രീയുമായിരുന്നു. ബയ്യത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് മനസ്സിലാക്കിയതിനു ശേഷം ഒട്ടും വൈകാതെ ബയ്യത്ത് ചെയ്യിക്കുകയുണ്ടായി. മറിച്ച് തന്റെ ഭർത്താവിനെയും സഹോദരങ്ങളെയും അക്കാര്യത്തിലേക്ക് ഉണർത്തിക്കൊണ്ടിരുന്നു. പറയുന്നു, എൻ്റെ ഭാര്യ വിവരിക്കുന്നു, മൊർബിസ എൻ്റെ ഭാര്യ വിവരിക്കുന്നു, ഞാൻ പ്രത്യേകമായ ഒരു കാര്യം അവരിൽ നിന്നും നോട്ട് ചെയ്തിട്ടുണ്ട്. മർഹൂമ തന്റെ ഭർത്തൃ വീട്ടുകാരെ കൂടെ നിർത്തുമായിരുന്നു, ചേർത്ത് പിടിക്കുമായിരുന്നു. എല്ലാവരുമായി വളരെ സ്നേഹാനുരാഗത്തോടെ പെരുമാറിയിരുന്നു. ബയ്യത്ത് ചെയ്ത ദിവസം വളരെ സന്തോഷവതിയായിരുന്നു. വളരെ ആവേശത്തോടെയായിരുന്നു ഞങ്ങളെ അന്ന് യാത്ര അയച്ചത്. അള്ളാഹു അവരോട് മഗ്ഫിറത്തോടും കാരുണ്യത്തോടും കൂടി പെരുമാറട്ടെ. മൂന്നാമത് അനുസ്മരിക്കാനുള്ളത്, ജനാസ നമസ്കരിക്കാനുള്ളത് മക്സൂദ് അഹമ്മദ് മുനീബ് സാഹിബ് മൊറബി സിൽസിലയുടേതാണ്. അദ്ദേഹം ഫെബ്രുവരി 15 ഹൃദയാഘാതം മൂലം 53-ാമത്തെ വയസ്സിൽ വഫാത്താകുകയുണ്ടായി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ മൂസിയായിരുന്നു. അദ്ദേഹത്തിന്റെ പിതാവ് ചൗധരി ജാൻ മുഹമ്മദ് സാഹിബ് 1974 അഹമ്മദിയത്ത് സ്വീകരിക്കുകയുണ്ടായി. 1991 ജാമിയ അഹമ്മദിയ റബുവിൽ നിന്നും മുബഷിർ ഡിഗ്രി നേടിയതിനു ശേഷം നസാറത്ത് ഇസ്ലാം ഇർഷാദ് മർക്കസിന്റെ കീഴിൽ പാകിസ്ഥാനിലെ വിവിധ പട്ടണങ്ങളിൽ സേവനം അനുഷ്ഠിച്ചു വന്നു. 1998 മുതൽ 2006 വരെ വെസ്റ്റ് ആഫ്രിക്കയിലെ കെനിയയിൽ സേവനം ചെയ്യാനുള്ള അവസരം ലഭിച്ചു. അതിനുശേഷം പാകിസ്ഥാനിലേക്ക് തിരിച്ചു വന്നു. ഇപ്പോൾ കൊയ്റ്റ ജില്ലാ മുറബിയായി സേവനം അനുഷ്ഠിക്കുകയാണ്. സംതൃപ്ത കുടുംബത്തിൽ ഭാര്യയെ കൂടാതെ ഒരു മകനും 2 പെൺമക്കളുമുണ്ട്. നാസർ ഇസ്ലാം ഷാ സാഹിബ് എഴുതുന്നു, വളരെ ആത്മാർത്ഥതയോടെയും വിശ്വസ്തയോടെയും ജോലി ചെയ്തിരുന്നു. അത്യധ്വാനിയായി മൊറബിയായിരുന്നു. മൊറബി സിൽസില കോയിട്ട അബ്ദുൽ വക്കീൽ സാഹിബ് എഴുതുന്നു, വാഖിഫിങ്ങളെ വളരെയധികം ബഹുമാനിച്ചിരുന്ന വ്യക്തിയായിരുന്നു. മർഹൂമിനെ അറിയാത്ത കാര്യത്തെക്കുറിച്ച് ഒട്ടും സങ്കോചം കൂടാതെ എന്നോട് ചോദിക്കുമായിരുന്നു. പറയുകയാണെങ്കിൽ അദ്ദേഹത്തെക്കാൾ ഞാൻ പ്രായത്തിൽ വളരെ ചെറുതുമാണ്. മർഹൂം ദീർഘകാലം കിനിയയിൽ കഴിച്ചു കൂട്ടുകയും എപ്പോഴും സംസാരത്തിനിടയിൽ കിനിയയെക്കുറിച്ച് എപ്പോഴും പരാമർശിച്ചുകൊണ്ടിരുന്നുമായിരുന്നു. കിനിയയും കിനിയക്കാരും അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ സ്ഥിര പ്രതിഷ്ഠ നേടിയിരുന്നു. മർഹൂം അധികം ഇപ്രകാരം പറയാറുണ്ടായിരുന്നു, കിനിയക്കാർ ആത്മാർത്ഥതയിൽ വളരെ മുൻപതിയിലുള്ളവരും കഠിനാധ്വാനം ചെയ്യുന്നവരുമായിരുന്നു. കായദ് മജ്ലിസ് ഫരീദ് മുബാറക് സാഹിബ് എഴുതുന്നു, വളരെ പരിശുദ്ധനും ഉത്തമ സ്വഭാവിയും ജമാഅത്തിന്റെ ആത്മാർത്ഥ സേവകനും ത്യാഗസന്നദ്ധനും ഖിലാഫത്തിനോട് അങ്ങേയറ്റം സ്നേഹമുള്ളവനുമായിരുന്നു. പറയുന്നു, വളരെ സീനിയർ മുറബി ഇവിടെ ക്വായിറ്റയിൽ ട്രാൻസ്ഫറായി വരുന്നുണ്ടെന്ന് കേട്ടപ്പോൾ തന്നെ എനിക്ക് വളരെയധികം സന്തോഷമുണ്ടായി. ക്വായിറ്റ ജമാഅത്തിന് അതിന്റെ ആവശ്യവും ഉണ്ടായിരുന്നു. പറയുന്നു, ആദ്യ കൂടിക്കാഴ്ചയിൽ തന്നെ അദ്ദേഹം എൻ്റെ ഹൃദയം കവർന്നു. ക്വായിറ്റ ജില്ലയിലെ പള്ളിയിൽ ആദ്യമായി ഖുതുബ നൽകിയപ്പോൾ കേൾവിക്കാർ എല്ലാവരും തന്നെ വളരെയധികം അദ്ദേഹത്തെ പ്രശംസിക്കുകയുണ്ടായി. വളരെ അതിഥി സൽക്കാര പ്രിയനായിരുന്നു. എല്ലാവരെയും തൻ്റെ വീട്ടിലേക്ക് ക്ഷണിക്കുകയും നല്ലവണ്ണം സേവിക്കുകയും ചെയ്തിരുന്നു. അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ ജമാഅത്തിന് വേണ്ടിയുണ്ടായിരുന്ന നൊമ്പരം, വേദന അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ കാണാമായിരുന്നു. പ്രഭാഷണം നടത്തുമ്പോൾ അദ്ദേഹം എത്രത്തോളം വൈകാരികവും ആവേശപൂർവവുമായി സംസാരിച്ചിരുന്നാൽ കേൾവിക്കാരുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുമായിരുന്നു. മീറ്റിങ്ങുകളിൽ അതുപോലെ പര്യടനങ്ങളിലും എപ്പോഴും പങ്കെടുത്തിരുന്നു. കാണുന്ന എല്ലാവരോടും ഹൃദയത്തിൽ ജമാഅത്തിനെ കുറിച്ചുള്ള ചിന്ത ഉദ്ദീപിപ്പിക്കാൻ പരമാവധി പരിശ്രമിച്ചു കൊണ്ടിരിക്കുമായിരുന്നു. ജമാഅത്തിന്റെ അറിവുകളും ജമാഅത്തി വിജ്ഞാനങ്ങളും ഒരു ഖജനാവ് പോലെ അദ്ദേഹത്തിന്റെ പക്കലുണ്ടായിരുന്നു. എത്രത്തോളം വിനയമുണ്ടായിരുന്നു എന്നാൽ ഇതുപോലെ വിനയാനിതനായ ഒരാളെ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടേ ഇല്ല. തുടർന്ന് പറയുന്നു, കഴിഞ്ഞ ജുമാ ദിവസം, അതായത് അദ്ദേഹം വഫാത്താവുന്നതിന്റെ തലേന്ന് അദ്ദേഹത്തിന്റെ മുഖത്ത് ഒരു പ്രത്യേകമായ ചൈതന്യമുണ്ടായിരുന്നു. ഞാൻ അദ്ദേഹത്തെ കണ്ടപ്പോൾ നാസിം ഉമൂമി സാഹിബിന്റെ മുന്നിൽ വെച്ച് മൊറബി സാഹിബിനോട്, താങ്കൾ ഇന്ന് വളരെ സുന്ദരവദനായിരിക്കുന്നുവല്ലോ എന്ന് സൂചിപ്പിക്കുകയുമുണ്ടായി. ഇത് അദ്ദേഹത്തിന്റെ അവസാന ജുമയായിരുന്നു എന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. പിന്നെ അദ്ദേഹം വഫാത്തായി. അള്ളാഹു താല അദ്ദേഹത്തിന് മഗ്ഫിറത്തും കാരുണ്യവും നൽകുമാറാകട്ടെ, അദ്ദേഹത്തിന്റെ പദവികൾ ഉയർത്തുമാറാകട്ടെ. എല്ലാവരുടെയും ജനാസ ഇൻഷാ അല്ലാഹ് ഞാൻ ഇപ്പോൾ തന്നെ നമസ്കരിപ്പിക്കുന്നതായിരിക്കും.
الحمد لله الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر